ലോകം നമ്മൾ പറയും നോബൽ സമ്മാനം, സമാധാനത്തിനുള്ള നോബൽ സമ്മാനം, സാഹിത്യ സമ്മാനങ്ങൾ. മനുഷ്യൻ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കൊക്കെ പോവുകയാണ്. ശാസ്ത്ര നേട്ടങ്ങളെക്കുറിച്ച് പറയുന്നു. പക്ഷേ പ്രായോഗിക തലത്തിൽ നാം അധികാരവും ശക്തിയും ഉള്ളവർ രാജ്യം ഭരിക്കുന്നതും ലോകം ഭരിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തെമ്മാടി രാഷ്ട്രം എന്ന് ഇസ്രയേലിനെ പറയുണ്ടായി. വാസ്തവത്തിൽ തെമ്മാടി രാഷ്ട്രമല്ലാത്ത രാജ്യങ്ങൾ ഏതാണെന്നുള്ളതാണ് സംശയം. ഇസ്രയേലും ഇറാനും തമ്മിൽ ശക്തമായ യുദ്ധം തുടരുകയാണ്. ഒരുപക്ഷെ രണ്ടുപേർക്കും അറിയാം വിനാശം. ആ വിനാശത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാതിരിക്കാൻ വേണമെങ്കിൽ യുദ്ധം അവസാനിക്കാൻ സാധ്യതയുണ്ടാവാം. ഇവിടെ വാസ്തവത്തിൽ യുദ്ധം അവിടെയാണ് നടക്കുന്നതെങ്കിലും കേരളത്തിലാണ് വലിയ യുദ്ധം നടക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇരുപക്ഷത്തായിട്ടാണ് നടക്കുന്നത്. ഇസ്രായേൽ ഇറാനടിക്കുമ്പോൾ അതിക്രൂരമായ അധിനിവേശമാണെന്നും ഇറാൻ ഇങ്ങോട്ട് തിരിച്ചടിക്കുമ്പോൾ അതിവലിയ വിപ്ലവമാണെന്നും പറയുന്ന ആളുകളുടെ സംഘങ്ങൾ കൂട്ടം കൂടി ആർമാദിച്ച് വാഗ്ദോരണി ഉയർത്തുന്ന സമയമാണ്. കേരളത്തിലാണ് അധികം തോന്നുന്നു. അപ്പോൾ ഇറാനിലേക്ക് മിസൈലുകൾ പതിപ്പിക്കുമ്പോൾ അത് അധിനിവേശമാണെന്നും അക്രമമാണെന്നും തെമ്മാടി രാഷ്ട്രമാണെന്നും പറയുകയും ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടില്ലേ അവരുടെ സുരക്ഷാ വലയെല്ലാം ഭേദിച്ചിരിക്കുന്നു, തകർന്ന് തരിപ്പണായിരിക്കുന്നു. ഇനി നാളെ ഇതെല്ലാം പകരത്തിൽ ഇതിനേക്കാൾ ഇരട്ടി ശക്തിയിൽ അല്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തിയിൽ ഇറാൻ ആക്രമിച്ചാൽ വീണ്ടും അധിനിവേശത്തിൻ്റെ കഥ പറയുകയും ചെയ്യും. ഇവിടെ വാസ്തവത്തിൽ എനിക്ക് തെമ്മാടി രാഷ്ട്രം എന്ന് പറയുന്ന പിണറായി വിജയൻ്റെയോ CPM നിലപാട് പൂർണ്ണമായി ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇറാൻ, ഇസ്രായേൽ ഒക്കെ ഭയത്തിലാണ് വാസ്തവത്തിൽ. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ജനനം മുതൽ അത് നിലനിൽക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. ജനനം മുതൽ അത് ആക്രമണത്തിന് വിധേയരായിട്ടുണ്ട്, അതിനെ പ്രതിരോധിച്ചിട്ടുണ്ട്. ആ പ്രതിരോധം കടന്ന് യുദ്ധം ചെയ്യാൻ വന്ന ആളുകളുടെ ഭൂമി അവർ പിടിച്ചടക്കിയിട്ടുണ്ട്. സ്വയം പ്രതിരോധത്തിൽ ഊന്നിക്കൊണ്ട് ഭയത്തിൽ നിന്നുകൊണ്ടവർ ചെറിയ 92 ലക്ഷമുള്ള ആളുകൾ സ്വയം ശക്തരാകുകയും മറ്റുള്ളവരെ പീഡിപ്പിച്ചും കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു കാലത്ത് തങ്ങളുടെ ആട്ടിപ്പായിപ്പിച്ച് തങ്ങളുടെ വംശങ്ങളെ നശിപ്പിച്ച് അങ്ങനെ പല സ്ഥലങ്ങളായി വേദനയും യാതനയും അനുഭവിച്ച ജൂതവംശം പിന്നീട് ഒരൊറ്റക്കെട്ടായി മാറുകയും ആർക്കും വേണ്ടാത്ത ഭൂമിയിൽ അവർ കയറി പൈസ കൊടുത്തിട്ടോ പണം കൊടുത്തിട്ടോ മറ്റുമൊക്കെ അവർ സ്ഥാപിച്ചെടുത്ത അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ സ്ഥാപിച്ചെടുത്ത രാഷ്ട്രം അന്ന് മുതൽ അത് നിലനിൽക്കുന്നതായിരിക്കുന്ന ചുറ്റുപാടുള്ള രാജ്യങ്ങൾ അതിനെ നശിപ്പിക്കാൻ തുനിഞ്ഞ് ഒരുമ്പിടുകയും ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ചരിത്രം. തീർച്ചയായിട്ടും പലസ്തീൻ്റെ പ്രശ്നം, ആ പലസ്തീന് രാജ്യം വേണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. പലസ്തീൻ ജനത അതിന് സ്വതന്ത്രമായ രാജ്യം വേണം, അങ്ങനെയാണ് പരിഹരിക്കേണ്ടത്. പക്ഷേ ഈ പലസ്തീൻ രാജ്യത്തിൻ്റെ മറവിൽ ഇസ്രായേലിനെ അവസാനിപ്പിക്കാനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുമ്പോൾ വീണ്ടും സംഘർഷഭരിതമാവും. അതിനുപയോഗിക്കുന്ന ഇസ്രായേലിൻ്റെ നിലപാടുകൾ മനുഷ്യത്വരഹിതമാണ് പലപ്പോഴും.
പലസ്തീൻ്റെ പ്രശ്നം നോക്കണമെങ്കിൽ 10,000 കുട്ടികൾ അവരുടെ ജീവൻ ഒക്കെ പ്രശ്നത്തിലാണ്. പട്ടിണി കിടക്കുന്ന മനുഷ്യർ, ഭക്ഷണം അന്വേഷിച്ച് വലയുന്ന ഓരോ വേദനകളും നമ്മളെയും കൂടി ബാധിക്കുകയാണ്. പക്ഷേ ഇവിടെ ഇത് മതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ജൂതന്മാരെ നശിപ്പിക്കണമെന്നൊരാഗ്രഹം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ തങ്ങൾക്ക് ചുറ്റുള്ളവർ ഞാൻ എൻ്റെ ശത്രുക്കളാണെന്നുള്ള ബോധം ഇസ്രയേലിനും ഉണ്ടാകുന്നു. ഇത് തീർക്കാൻ മാത്രം കഴിവുള്ള UN ഇവിടെ ഇല്ലാതായി പോവുകയും ചേരിചേരാ രാജ്യങ്ങളില്ലാതാവുകയൊക്കെ ചെയ്തിരിക്കുകയാണ്. അമേരിക്ക ഇസ്രയേലിനെ സഹായിക്കുമ്പോൾ ഖത്തറും UAEയും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളെല്ലാം ഇറാനോട് ഉൾപ്പെടെ അവർ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തന്നെ ജൂതന്മാർ അവസാനിക്കണം എന്നൊരു താല്പര്യം എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇസ്രയേലിനെ അങ്ങോട്ട് തെമ്മാടി രാജ്യം, ഇസ്രായേൽ മാത്രം തെമ്മാടി രാജ്യമെന്ന് പറയാൻ എൻ്റെ അറിവ് വെച്ചിട്ട് എനിക്ക് സാധിക്കുന്നില്ല. അതൊരിക്കലും പലസ്തീൻ മർദ്ദനത്തിന് അനുകൂലമായ നിലപാടല്ല. തീർച്ചയായിട്ടും അത് എതിർക്കപ്പെടേണ്ടതാണ്. ഇവിടെ ഇറാൻ ചെയ്യുന്ന പരിപാടികൾ എന്തായിരുന്നു? ഇറാൻ രഹസ്യമായിട്ടുള്ള പരിപാടികളാണ് ചെയ്തത്. ഹൂതികളെയും അതുപോലെ ഹിസ്ബുള്ളകളെയും അതുപോലെ ഹമാസിനെയൊക്കെ രഹസ്യമായി സഹായിക്കുകയും ഇസ്രയേലിൻ്റെ സ്ഥിരത നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ അവർക്ക് തലവേദന സൃഷ്ടിക്കാൻ രഹസ്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇറാൻ മാത്രമല്ല, മറ്റുള്ള രാജ്യങ്ങളൊക്കെ സൂത്രത്തിൽ ചെയ്യുന്നു എന്നുള്ള കാര്യം ഇസ്രയേലിനറിയാം, ലോകത്തിനും അറിയാം. അതിനെ പ്രതിരോധിക്കേണ്ടത് ഇസ്രയേലിൻ്റെ ബാധ്യതയായി മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇസ്രയേലിൽ ജനങ്ങൾ കൂടുതൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നുണ്ട്, ജീവിക്കാൻ കഴിയുന്നുണ്ട്. ബാക്കിയുള്ള രാജ്യങ്ങൾ ഇറാനിലോ പലസ്തീനിൽ ഹമാസിൻ്റെ കീഴിലോ സാധ്യമല്ല എന്നുള്ളതാണ്. ഞാൻ ഇസ്രയേലിനെ ന്യായീകരിക്കില്ല. നെതന്യാഹു എല്ലാ ഭരണാധികാരികളും തങ്ങളുടെ കീഴിൽ ജനങ്ങളെ നിർത്താൻ വേണ്ടി അവരെ അഴിമതി മൂടിവെക്കാൻ, സ്വേച്ഛാധിപത്യം മൂടിവെക്കാൻ യുദ്ധങ്ങളെ ഇഷ്ടപ്പെടും. അത് നെതന്യാഹുവും ചെയ്യും. സത്യം. ഇവിടെ ജനങ്ങളാണ്, ഏത് യുദ്ധത്തിലും ജനങ്ങളാണ് മുറിവേൽക്കപ്പെടുന്നത്, കൊല്ലപ്പെടുന്നത്, കഷ്ടനുഭവിക്കേണ്ടത്, പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും. അതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഇവിടെയും അങ്ങനെ തന്നെ. ഇവിടെ ഇറാൻ്റെ എണ്ണശാലകളാണ് തീപിടിച്ചെങ്കിൽ ഇവിടെ ടെൽ-അവീവിൽ മനുഷ്യർക്ക് ജീവഹാനി വന്നിരിക്കുന്നു. 10ഓളം എന്ന് പറയുന്നു, പക്ഷേ കുറേ പേരെ കാണാതായിരിക്കുന്നു എന്നും കൂടി പറയുന്നുണ്ട്. ഇതിൽ ഇടപെടാൻ UN സാധിക്കുന്നില്ല. ഇപ്പോൾ റഷ്യയിൽ പുട്ടിനും ട്രംപും ഒക്കെ പറയുന്നത് എത്രയും വേഗം യുദ്ധം അവസാനിക്കും എന്നുള്ള പ്രതീക്ഷയൊക്കെ നൽകുന്നുണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞത് ഈ യുദ്ധത്തിനിടയിൽ നമ്മൾ പക്ഷം പിടിച്ചുകൊണ്ട് വാഗ്വാദം നടത്തുന്നതാണോ ശരി, അതോ യുദ്ധമില്ലാതിരിക്കുന്നതാണോ ശരി? ഇസ്രായേലിനെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള യാത്ര ഒരിക്കലും ഗുണകരാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് മതമൗലികവാദത്തിലൊക്കെ ബന്ധപ്പെട്ട് കേൾക്കാണ്. സിയോണിസ്റ്റുകളുണ്ട്, അവിടെയും അവരുടേതായ മൗലികവാദികളും തീവ്രവാദികളും ഉണ്ട്. എല്ലായിടത്തും തീവ്രവാദികളുണ്ട്. തീവ്രവാദികൾക്ക് പ്രാധാന്യം കൂടി വരുന്ന ഒരു ലോക സമൂഹം, ലോക സാമൂഹ്യ ക്രമം ഒക്കെ ഉരുത്തിരിഞ്ഞു വരുന്ന രാജ്യമാണ്, കാലമാണ്. ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, മനുഷ്യ സ്വാതന്ത്ര്യത്തെ, അടിമത്തത്തെയും അടിച്ചമർത്തലിൻ്റെയും കാര്യം പറയുമ്പോൾ ഇറാനിനെ സംബന്ധിച്ചിടത്തോളം നർഗസ് ഇപ്പോഴും ജയിലിലാണ്. ഹിജാബ് ധരിക്കുന്നതിനെ എതിരായി നിലകൊണ്ട പ്രസ്ഥാനം, ആ ഒരു പെൺകുട്ടി ഒരു ഹിജാബ് ഇട്ടുന്നതിൻ്റെ പേരിൽ തല്ലിക്കൊല്ലുകയും അതിനെ പ്രതിഷേധിക്കുന്നവരെ നരനാട്ടിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്ത രാജ്യമാണ്. അവിടെ എവിടെയാണ് മനുഷ്യൻ്റെ പക്ഷത്ത് വെക്കുന്നത്? ഇറാൻ്റെ ജനങ്ങളുടെ നേതൃത്വമല്ല അത് വാസ്തവത്തിൽ. ഇതുപോലെ തന്നെ ഹമാസിൻ്റെ വടിയും അത് തന്നെയാണ്. ആ ജനങ്ങളുടെ നേതൃത്വം വഹിക്കേണ്ടവരല്ല ഹമാസ്, മറിച്ച് അവർ ഭയപ്പെടുത്തിക്കൊണ്ടാണ്. വാസ്തവത്തിൽ ഇത് ഹമാസ് പലസ്തീൻ ജനതയോ ഇറാൻ ജനതയോ ബന്ധപ്പെട്ട വിഷയമല്ല, മറിച്ച് ഇതിന്മേൽ തട്ടിലുള്ള നേതൃത്വസ്ഥാനീയരായുള്ള ആളുകളുടെ ദുഷ്ടലാക്കാണ് യുദ്ധത്തിലേക്ക് എത്തിക്കുന്നത്. അതാണ് അതിൻ്റെ പ്രശ്നം. ഇസ്രായേലിലും അത് തന്നെയാണ് പ്രശ്നം. നെതന്യാഹുവിന് ചിലപ്പോൾ അതിന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ കണ്ടുപിടിക്കണം. പക്ഷേ അതിനേക്കാൾ മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ കൂടുതൽ അവർ ഭയക്കുന്നു തങ്ങൾ വീണ്ടും ആട്ടി ഓടിക്കപ്പെടുമോ എന്ന്. അതിനവർ തയ്യാറല്ല എന്നുള്ളതാണ് വാസ്തവം. അതിനവരുടെ ബുദ്ധി
വൈഭവം പ്രയോഗിക്കുന്നു. അതിൽ നമ്മൾ അസൂയപ്പെടുന്നവരും ഈ രാജ്യത്തുണ്ട് എന്നുള്ളതാണ്. അവരുടെ നമ്മൾ ചരിത്രം നോക്കുമ്പോൾ അവരുടെ മരുഭൂമിയുള്ള സ്ഥലത്താണ് ഏറ്റവും ഗംഭീരമായി കൃഷി ചെയ്യുന്നത്. ആ കൃഷിയിൽ നല്ല വിളവുണ്ടാക്കുന്നത് ഒക്കെ ഇന്നിപ്പോൾ ഇസ്രായേൽ മോഡൽ കൃഷി എല്ലായിടത്തും എത്തുകയാണ്. അപ്പോൾ അവർ കഠിനാധ്വാനവും അവരുടെ ബുദ്ധിശേഷി ഉപയോഗിക്കുന്നു. അതേ അവസരത്തിൽ തന്നെ അവർ മറ്റൊരു മൊസാദിനെ പോലുള്ള സംഗതികൾ ഉപയോഗിച്ചിട്ട് മറ്റു രാജ്യങ്ങളിൽ ഇടപെടുകയും അവരുടെ അതിലൂടെ ലാഭം ഉണ്ടാക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. ഇങ്ങനെ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എന്തായാലും അത് അവസാനിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ടെഹ്റാനിലെ വലിയ എണ്ണശാലകൾ തീപിടിച്ചിരിക്കുന്നു. ടെൽഅവീവിലും ജെറുസലേമിലും സുരക്ഷാ വലയം ഭേദിച്ച് എത്തിയിരിക്കുന്നു. ഇനി അടുത്ത നീക്കം എന്താണെന്ന് നമുക്കറിയാൻ സാധിക്കും. ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ വധിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ പുതിയ പ്രസിഡന്റ് വന്നിട്ടുണ്ട്. അതിൽ മേക്കുറിസിയുടെ കാര്യത്തിൽ ഇസ്രയേൽ ഭയങ്കര വലിയ മുന്നോട്ടം നടത്തിയ ആളുകളാണ്. മറ്റുള്ള ഇറാനെ ചെറുതാക്കി കാണാൻ പറ്റില്ല. അവരുടേതായ ഇതെല്ലാം ഈ ആയുധ കമ്പനിക്കാർക്ക് മാത്രമേ ഗുണമുണ്ടാവുന്നുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും വേഗം തന്നെ അവസാനിക്കട്ടെ. അതിൻ്റെ പേരിൽ ഇവിടെ വാഗ്വാദം നടത്തി. ഇതിനിടയിൽ മറ്റൊരു തമാശകരായ ഫലിതമാണോ എന്ന് എനിക്കറിയില്ല. ഈ ടി മോഹൻദാസും ടീമുമൊക്കെ എപ്പോഴും രംഗത്ത് വരുമല്ലോ. എല്ലാ രഹസ്യങ്ങളും അവർക്കറിയാമെന്നുള്ള മട്ടിലാണ് ഇപ്പോൾ പുതിയൊരു രഹസ്യം പറയുന്നത്. അതായത് പാകിസ്ഥാൻ ഇന്ത്യയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കാൻ കാരണം അതിനൊരു ഗൂഢ പദ്ധതിൻ്റെ ആയിരുന്നു. അതിൽ ഈ അദ്ദേഹത്തിൻ്റെ മുനീർ എന്ന് പറയുന്ന സേനാനായകൻ ഇറാനും പാകിസ്ഥാൻ അത്ര നല്ല സ്നേഹത്തിലായിരുന്നില്ല. പക്ഷേ മുനീർ അവിടെ പോവുകയും അവിടുത്തെ സേനാനായകനായി കെട്ടിപ്പിടിക്കുകയും നമ്മൾ സഹോദരങ്ങളാണെന്ന് പറയുക ഒരു വാച്ച് സമ്മാനിച്ചു. ആ വാച്ച് എല്ലാവിധ ആധുനിക ടെക്നോളജിയുള്ള വാച്ചാണ്. ആ വാച്ച് സമ്മാനിച്ച് കഴിഞ്ഞ് അത് ഇസ്രയേലിന് കിട്ടാവുന്ന വലിയൊരു സന്ദേശമാണ്. അതിൽ കൂടെ സന്ദേശം കിട്ടും. അങ്ങനെയാണ് അവിടെയുള്ള രാഷ്ട്രീയ തലവന്മാരെ കൊന്നത് എന്നാണ് പുതിയ ഭാഷ്യം. അതുകൊണ്ടാണ് പാകിസ്ഥാനെതിരായിട്ട് IMF ഒക്കെ പൈസ കൊടുത്തത് എന്നൊക്കെയാണ് പുതിയ ഭാഷ്യങ്ങളുണ്ടാകുന്നത്. എന്തായാലും പല ഊഹവാഹങ്ങളും ഉണ്ടാകുന്നുണ്ട്, സംസാരങ്ങളുണ്ട്. നമുക്കറിയാൻ സാധിക്കില്ല. ഇവരൊക്കെ അവിടെ പോയി അതിൻ്റെ യഥാർത്ഥ ചിത്രം എടുത്തു പോലെയാണ് പറയുന്നത്. എന്തായാലും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. ഏതായാലും ലോകം ഒരു സുന്ദര ഒരു കാലഘട്ടത്തിലൂടെയല്ലേ പോകുന്നത്. ഇപ്പോൾ നമ്മളൊരു പലസ്തീനത്തെ പ്രശ്നം നമുക്കറിയാം. യുദ്ധം ഒത്തുതീർപ്പ് വെച്ച് നമ്മുടെ ഒത്തുതീർപ്പുകൾ എന്ന് പറയുന്നത് മറ്റൊരു യുദ്ധം ഉണ്ടാകുന്ന വരെയുള്ള സംഘർഷം ഉണ്ടാകുന്ന വരെയുള്ള കാലയളവിനെയാണ് ഒത്തുതീർപ്പ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ വീണ്ടും ഉണ്ടാവും അവിടെയുള്ള മരിക്കുന്നത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പലസ്തീനിലെ പ്രശ്നം ഇസ്രായേൽ ചൂണ്ടിക്കാണിച്ചത് ഞങ്ങൾ എന്തുകൊണ്ട് ആളുകളെ കൊല്ലുന്നു എന്നുള്ളതിന് ഉത്തരം അവിടെ അവർ ഹോസ്പിറ്റലിൻ്റെ താഴെ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥാപനങ്ങളുടെ കീഴെ വലിയ വലിയ ബങ്കറുകൾ ഉണ്ടാക്കി അവിടെ തീവ്രവാദികൾ തമ്പടിച്ചിരിക്കുന്നു. ആ തമ്പടിക്കുന്ന തീവ്രവാദികളെ കൊല്ലുമ്പോൾ ഈ ഹോസ്പിറ്റലും തകരുന്നു. ഞങ്ങൾ പോകാൻ പറഞ്ഞിട്ടാണ് ഇത് ആദ്യം ചെയ്യുന്നത് എന്നും തെളിവ് സഹിതം നൽകുന്നു. ഇത് തെറ്റാണെന്നും നുണയാണെന്നും പറയുന്നത് ഇങ്ങനെ ആര് പറയുന്നത് ശരി ആര് എന്തായാലും ഇവിടെ മനുഷ്യർക്കാണ് ഉണ്ടാവും. എത്രയോ കോടിക്കണക്കിന് രൂപയാണ് മനുഷ്യ വികാസത്തിന് വേണ്ടി പ്രയോഗിക്കേണ്ടത്. എന്തെല്ലാം പ്രശ്നങ്ങളാണ് മനുഷ്യരുള്ളത്. അത് പരിഹരിക്കാൻ ഇതെല്ലാം ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ള വലിയ വേദനാജനകമായ ഒരു സന്നിഗ്ധ ഘട്ടം കൂടിയാണ്. ആരോടാണിത് പറയേണ്ടത്? ആരൊക്കെയാണ് പരിഹരിക്കാൻ കഴിയുക? ഈ അവസരത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ മരിച്ചപ്പോൾ നമ്മൾ വിഷമിച്ചു പോയി. ട്രംപിനെ പോലൊരു ഭ്രാന്തൻ അപ്പുറത്താണ് ഉള്ളത്. അതുപോലെ ഭ്രാന്തന്മാരുടെ ഒരു കൂട്ടായ്മയാണ് ഇപ്പോൾ ലോകത്തിൽ മുഴുവൻ ഉണ്ടാവുന്നത്. എനിക്ക് തോന്നുന്നു ലൂയി മാർപ്പാപ്പ ഈ മറ്റൊരു ജാതി വംശീയതയുടെ ഒരാളായി അല്ല കാസയുടെ പ്രതിനിധിയായിട്ട് വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു ആശ്വാസം അദ്ദേഹത്തിൻ്റെ പ്രസ്താവന രണ്ടുപേരും സമന്വയത്തോടുകൂടി യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് ലോകരാഷ്ട്രങ്ങൾ ഇടപെട്ടുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ റഷ്യൻ ഉക്രൈൻ യുദ്ധം പുട്ടിനും ട്രംപുകളൊക്കെ കൂടി സെലൻസ്കിയൊക്കെ പറഞ്ഞ് സമാധാന ചർച്ച നടത്തി ഒരു മാസം കുറച്ച് ദിവസത്തിനുള്ളിൽ റഷ്യയിലേക്ക് ഡ്രോണുകൾ അയക്കുന്നു, അവിടെ നിന്ന് തിരിച്ചയക്കുന്നു. ഇതെല്ലാം പടക്കോപ്പ് നമ്മുടെ പൂരത്തിന് വെടികെട്ട് നടത്തുന്ന പോലെ അത്രയും ലളിതമായി ചെയ്യുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. അത് എത്രയോ ആളുകൾ എത്രയോ കെട്ടിടങ്ങൾ ഒക്കെ
മരിക്കാനൊന്നും അതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. ഇതെല്ലാം നമ്മുടെ ചിന്തയും ഫിലോസഫിയും നമ്മുടെ സംസ്കാരവും ഒരു ഭാഗത്ത് നമ്മൾ വലിയ പുസ്തകങ്ങളും പരിപാടികളൊക്കെ പറയുകയും മറുഭാഗത്ത് ഈ അതിക്രൂരമായ ഈ രീതി ചെയ്യുന്നു. ഇവിടെ ടി മോഹൻദാസ് ഇടയ്ക്കിട്ട് ഞാൻ ഈ ബിരുദോക്തിയൊക്കെ കേൾക്കാൻ അദ്ദേഹത്തിൻ്റെ കൂടി കേൾക്കും. അപ്പോൾ പറയുന്നത് നോബൽ സമ്മാനം എന്നൊക്കെ പറയുന്നത് തമാശയാണ്. വാസ്തവത്തിൽ ഇവിടെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരാണ്. ഏറ്റവും കാശുണ്ടാവണം, ആ കാശിൻ്റെ ആയുധങ്ങൾ മേടിച്ചു കൂട്ടണം. ആയുധങ്ങൾ മേടിച്ചു കൂട്ടിയാൽ അവർ ചെയ്യുന്ന എന്തും അംഗീകരിക്കാൻ തയ്യാറാവുന്ന ലോകക്രമമാണ്. പരോക്ഷമായിട്ട് അത് ശരിയാണെന്ന് തോന്നിപ്പോകും വാസ്തവം. പക്ഷേ ശാശ്വതമായി അതിന് പരിഹാരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം നമ്മൾ കണ്ട് വേഗം തന്നെ അവസാനിച്ചത് നന്നായി. സിന്ദൂർ ഒക്കെ നമ്മൾ കണ്ടു. എന്നിട്ട് ഇപ്പോൾ ശശി തരൂരിലൊക്കെ പോയി തിരിച്ചു വന്നിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പറയും സറണ്ടർ മോദി എന്നുള്ള ക്യാപ്ഷനൊക്കെ വന്നു. ഇവിടെ നമ്മൾ 3-4 ദിവസം കൊണ്ടുണ്ടായ പഹൽഗാമിലൊരു സംഭവം ഉണ്ടായി. അതിനോടനുബന്ധിച്ച് അവരുടെ ഭാഗത്തു നിന്നാണ് കൂടുതൽ പ്രകോപനം ഉണ്ടായത്. നമ്മൾ തിരിച്ചടിക്കുന്നു. 24 പേരിൽ പകരം പിന്നെ ആ അതിർത്തിയിൽ കിടക്കുന്ന കുറേ മനുഷ്യർ ഗ്രാമീണവാസികൾ മരിച്ചു. 24 അപ്പം മരിച്ചത്, 100 മരിച്ചു. അവിടെയും മരിച്ചു. ആ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മളുടെ ഈ സംഘർഷം ലഘൂകരിക്കാൻ നമ്മുടെ പുതിയ ആധുനിക സമൂഹത്തിന് മറ്റു രാജ്യങ്ങളെപ്പെട്ട് കഴിയുന്നില്ല. യുദ്ധം കഴിഞ്ഞിട്ടല്ല, എന്തായാലും 2-4 ദിവസം കൊണ്ട് അവസാനിച്ച് നന്നായി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ട്രംപ് വരുന്നത്. ഗാസയിൽ സുഖവാസ കേന്ദ്രം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇതും കാശ്മീരും ട്രംപ് തൻ്റെ സുഖവാസ കേന്ദ്രമാക്കി മാറ്റുമെന്നൊക്കെയുള്ള MA ബേബിയുടെ ഒളിയമ്പൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടും. ഞാൻ പറഞ്ഞു വന്നത് ഈ ശശി തരൂർ പോയി തിരിച്ചു വന്നു ലോകത്തെ അറിയിക്കാൻ നമ്മുടെ ജോൺ ബ്രിട്ടാസൊക്കെ. പക്ഷേ അതിൻ്റെ ഒരു ഫലമൊന്നും ഇവിടെ കാണാനില്ല. IMFന് ഒരു ഫണ്ട് കൊടുത്തു. ബാക്കിയുള്ള സംവിധാനങ്ങളൊക്കെ പാകിസ്ഥാനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പാകിസ്ഥാനും ആളെ പറഞ്ഞേച്ചു ഞങ്ങൾ നിരപരാധികളെന്ന് പറയാൻ. ഈ നമ്മുടെ ലോകത്തിലേക്ക് പറഞ്ഞയക്കാൻ മാത്രമല്ല നമ്മുടെ കൂട്ടായ്മ ഉണ്ടാവേണ്ടത്. വന്നപ്പോൾ എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്തു നരേന്ദ്രമോദി. എന്നാൽ ഈ സംഘർഷം ഉണ്ടാകുമ്പോൾ എല്ലാവരും വിളിച്ചു കൂട്ടി പൊതുയോഗത്തിൽ സംസാരിക്കുകയും ആത്മവിശ്വാസങ്ങളുടെ ഗെറ്റിക്കാർ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞുകൊടുത്ത് അദ്ദേഹം ഇലക്ഷനും അത് മറ്റുള്ള കാര്യങ്ങളിൽ പോയി. ഇങ്ങനെ ഇരട്ടത്താപ്പല്ല നമുക്ക് വേണ്ടത് വാസ്തവത്തിൽ. അതുകൊണ്ട് ഗുണമുണ്ടാവില്ല. ഒരുപക്ഷേ ഈ ഭക്ഷണ സൽക്കാരം ഏൽക്കുന്നവർ എത്ര പേർ അവരവരുടെ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് കള്ളന്മാരെ പോലെ ഒളിച്ചു കിടക്കും എന്നുള്ളത് പിന്നീട് കാണേണ്ടതാണ്. ചിലപ്പോൾ നിലനിൽക്കാം. നാളെ ശശി തരൂർ ഏത് ഭാഗത്തേക്ക് അദ്ദേഹം പറഞ്ഞു ഞാൻ ഭാരതീയനായിട്ടാണ് വന്നിട്ടുള്ളത്, ഭാരതീയനായിട്ടാണ് പോയിട്ട് എന്നുള്ളത് പറയുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. എന്തായാലും നമ്മളുടെ ഈ യുദ്ധത്തിനോടുള്ള അതിശക്തമായ എതിർപ്പ് നമുക്കുണ്ട്. ഇവിടെ ഗ്രെറ്റ തുൻബെർഗിൻ്റെ എന്തായാലും ഇസ്രയേലിലേക്ക് പോയിട്ടുള്ള പെൺകുട്ടി ചെയ്ത കാര്യം നിസ്സാരമല്ല. ആരെങ്കിലുമൊക്കെ വേണം ഇത് അരുത് എന്ന് പറയാൻ. ഇസ്രായേൽ അംഗീകരിച്ചില്ല എന്നല്ല. പക്ഷേ ഒരു കൂട്ടം മനുഷ്യർ ഇങ്ങനെ ഇതിനു വേണ്ടി സമാധാനത്തിന് വാദിക്കുന്നു എന്നുള്ളത് നമുക്ക് വലിയൊരു സന്തോഷകരമായ ഒരു കാര്യമാണ്. ഈ അടുത്താണ് എനിക്ക് തോന്നിയത്, മറ്റൊന്ന് പറയുന്നതിന് മുമ്പ് നമ്മുടെ ഇപ്പോൾ അമേരിക്ക തന്നെ ഈ കയറ്റുമതി യുദ്ധം കൊണ്ടുപിടിച്ചു ചൈനയായി നടക്കുകയായിരുന്നു. ഇപ്പോൾ അത് അവർ തന്നെ ഒരു ലോകത്തിലായിട്ടുണ്ട് വാസ്തവത്തിൽ. വലിയൊരു യൂറോപ്യൻ ശക്തികളിലെ യൂറോപ്യൻ യൂണിയനിലത്തെ ആളുകളൊക്കെ ചൈനയായി അടുക്കുന്ന ഒരു സന്ദർഭമായി അത് വളരുകയും ഇപ്പോൾ ആ ഭ്രാന്തിന് ലേശം കുറവ് വന്നിട്ടുണ്ട്. അതവസരത്തിൻ്റെ കുടിയേറ്റക്കാരെ അടിച്ചോടിപ്പിക്കുന്ന രീതിയിൽ ട്രംപ് ഒരു ഭ്രാന്തമായ രീതിയിൽ സഞ്ചരിക്കുകയും, കുടിയേറ്റക്കാർ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള റെഡ് ഇന്ത്യൻസിനെ ഓടിപ്പിച്ച് അവരെ സ്ഥലം കൈയടക്കി പിടിച്ചടക്കിയവരാണ് ഇവരുടെയൊക്കെ പൂർവ്വപിതാക്കന്മാർ. എന്നിട്ട് പറയുന്നു ഈ കുടിയേറ്റക്കാർക്കെതിരായിട്ടുള്ള ഒരു അടിച്ചമർത്തൽ തുടരാൻ യാതൊരു മടിയുമില്ലാതെ അതിനെതിരായിട്ട് അമേരിക്കൻ ജനത എതിർക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ പലതും കാണും. അപ്പോൾ അതിൽ കണ്ട് എനിക്ക് തോന്നി ഈ അടുത്ത് കളിച്ചത് ബുർക്കിനോ ഫാസിനോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമേരിക്കൻ രാഷ്ട്രം, ചെറിയ രാഷ്ട്രം. അതിൽ ഒരാളുടെ ചിത്രം ഇങ്ങനെ ഇപ്പോഴും യൂട്യൂബിൽ കാണാനിടയായി. താല്പര്യപൂർവ്വം നോക്കിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇബ്രാഹിം
എന്താണ് അത്, ടോറോ എന്ന് പറഞ്ഞാണ്. ഞാൻ കൗതുകം കൊണ്ടൊക്കെ അന്വേഷിച്ചു. ഈരമീൻ്റെ നമ്മളെല്ലാം ആഫ്രിക്കയെക്കുറിച്ച് കേൾക്കുന്ന അഴിമതിക്കാർ വിവരമില്ലാത്തവരും ഒക്കെയാണെന്നാണല്ലോ ദാരിദ്ര്യവാസികൾ എന്നൊക്കെയാണ് പലപ്പോഴും കേട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ അട്ടിമറിയിലൂടെ വന്ന് ജനാധിപത്യം പുനഃസൃഷ്ടിക്കുക ഏകാധിപതികളായി മാറുന്ന കാഴ്ചകളാണ് നാം ആഫ്രിക്കയിൽ കാണുന്നത്. അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി അദ്ദേഹത്തെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് അദ്ദേഹം 34-ാമത്തെ വയസ്സിൽ ബുർക്കിനോ ഫാസിനോ എന്ന ആഫ്രിക്കൻ രാഷ്ട്രത്തിൽ അധികാരത്തിൽ കയറുന്നു. ഞാനതിൽ പറഞ്ഞു വന്നത്, അദ്ദേഹം ജനാധിപത്യമാണോ എന്ന് നമുക്ക് തിരിച്ചറിയാറായിട്ടില്ല. വരും കാലങ്ങളിൽ അദ്ദേഹം 2 കൊല്ലമായിട്ട് ഇലക്ഷൻ നടത്തിയില്ല. അതിന് അദ്ദേഹത്തെ കാരണം പറയുന്നത്, തോമസ് സന്നക്കാര വധിക്കപ്പെട്ടതുപോലെ വധിക്കപ്പെടാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. തോമസ് സന്നക്കാര എന്ന് വെച്ചാൽ അദ്ദേഹം ഈ ബുർക്കിനോ ഫാസിനോയുടെ രാഷ്ട്രത്തിൻ്റെ ഒരു പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം ഒരു മാർക്സിസ്റ്റായിരുന്നു. ജനങ്ങളെ കൂടുതൽ സ്നേഹിക്കാൻ വേണ്ടി പലവിധ പദ്ധതികൾ നടത്തി രാജ്യം മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം വധിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആ ചരിത്ര പാഠത്തിലും മനസ്സിലാക്കിയിട്ടുള്ള ഇബ്രാഹിം ടോറോ കൃത്യമായിട്ടും ഒരു പ്രതിരോധവും അതുപോലെ തന്നെ അച്ചടക്കവും ശക്തമായ നടപടിയും സ്വീകരിക്കുന്ന ആളായിട്ടാണ് കാണുന്നത്. ഇതിന് പല കൊലപാതക ശ്രമങ്ങളും നടത്തി അതിൽ അതിജീവിച്ചു എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ ശ്രമിച്ചു. അദ്ദേഹം മനസ്സിലാക്കിയത്, നിങ്ങൾ ആഫ്രിക്കയെ കുറ്റം പറയുന്നു, പക്ഷേ ആഫ്രിക്കയെ കുറ്റം പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയില്ല, ഏറ്റവും ഗോൾഡിൻ്റെ ശേഖരം ആഫ്രിക്കയിലാണ്. ഏറ്റവും മറ്റുള്ള നിങ്ങൾക്ക് ആവശ്യം, നമ്മുടെ മൊബൈലിന് ആവശ്യമുള്ള മറ്റുള്ള ഈ ആധുനിക ഉപകരണങ്ങൾക്ക് ആവശ്യമുള്ള മൂലധനം അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കൾ ഞങ്ങളുടെ നാട്ടിൽ നിന്നാണ് കൊണ്ടുവന്നത്. പക്ഷേ ഞങ്ങളുടെ നാട് ഇന്നും പട്ടിണിയാണ്. ഞങ്ങൾക്കെന്നും പട്ടിണി, ഞങ്ങളുടെ നാട്ടുകാരും പട്ടിണി. എന്തുകൊണ്ടാണ് അതുണ്ടാവുന്നത്? ഇതിനിടനിലക്കാരായ കമ്പനികൾ, ഫ്രഞ്ച് കമ്പനികൾ, ഇംഗ്ലീഷ് കമ്പനികളൊക്കെ വലിയ ധനാഢ്യരായി മാറുകയും ഞങ്ങൾ ദരിദ്രവാസികളും. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് എന്നുള്ള വളരെ ഗൗരവമായിട്ടുള്ള ചോദ്യം ഇബ്രാഹിം ടോറ ചോദിക്കുന്നത് അപ്പോൾ അദ്ദേഹം നിസ്സാരക്കാരനല്ലെന്ന് എനിക്ക് തോന്നി. സ്റ്റാറ്റിസ്റ്റിക്സൊക്കെ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. തൻ്റെ ജനതയെ ഒപ്പം നിർത്താനും ഉയർത്താനുള്ള ആഗ്രഹമുണ്ട്. അതേ തന്നെ താൻ വിഡ്ഢിയാവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് എനിക്ക്. ഒരുപക്ഷെ നാളത്തെ ആഫ്രിക്കൻ ചെഗുവേര എന്ന് പറഞ്ഞ തോമസ് സന്നക്കാരയുടെ പിൻഗാമിയായിട്ട് ഇബ്രാഹിം ടോറ വരും എന്നാണ് തോന്നുന്നത്. എന്തായാലും അങ്ങനൊരു ബദൽ രീതി, ഒരു ഭാഗത്ത് മാർക്സിസം, റഷ്യ നശിച്ച മാർക്സിസത്തിനെ കുറിച്ച് ഒരു നിരാശയിലേക്ക് പോകുമ്പോൾ വേറെ ഭാഗത്ത് ഈ മാർക്സിസം ലെനിനിസം ഒരു മനുഷ്യരുടെ പ്രത്യാശയായി പോരാട്ടങ്ങൾക്ക് ഊർജ്ജം നൽകുന്ന, തലവരെയല്ലെന്നും ഇത് മനുഷ്യനിർമ്മിതമായ നിർമ്മിതമായ അധപതനമാണെന്നും ചിന്തിക്കാനും പ്രയോഗിക്കാനും കഴിവുള്ള സമൂഹം കടന്നു വരുന്നു എന്നുള്ളത് പ്രതീക്ഷയ്ക്ക് വക കൂടി നൽകാം. ഇത് നമ്മൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇതിനിടയിൽ നമ്മുടെ പെട്ടെന്ന് നമുക്ക് വിഷമുണ്ടാക്കിയാണ് ഈ വിമാന ദുരന്തം. ആ ദുരന്തത്തിൽ ഇപ്പോൾ 290 പേര് മരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ 200 അതിൽ തന്നെ ഇത് അട്ടിമറിയാണെന്ന് ചിലർ പറയുന്നു. ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട്, വിശ്വാസ് രമേശ് എന്ന് പറഞ്ഞ ആൾ രക്ഷപ്പെട്ടിരിക്കുന്നു. അയാൾ അഞ്ഞ കേസിൽ കുടുങ്ങുമെന്ന് അറിയില്ല. എങ്ങനെയാണ് ഒരു അവാർഡുണ്ടായത്? ഇങ്ങനെ അവാർഡുണ്ടാവാൻ പാടില്ലെന്ന് വിദഗ്ധർ പറയുന്നു. എന്തായാലും അവാർഡുണ്ടായിട്ട് അട്ടിമറി ആവാൻ സാധ്യതയുണ്ടോ? ഇപ്പം നമ്മുടെ കേരള തീരത്താണ് 2 കപ്പൽ മുങ്ങിയിട്ട് കത്തിയത് വാസ്തവത്തിൽ. ഇനി അതിലേക്ക് ഒരു അട്ടിമറി ഉണ്ടാകാം. ഇപ്പോഴത്തെ കാലം പറയാൻ സാധിക്കില്ല. എന്തെല്ലാം നടക്കുന്നു നമുക്ക് പറയാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലാണ് നാം നിലനിൽക്കുന്നത്. എന്തായാലും ഈ 290 പേര് മരിച്ചു എന്നാണ് കേൾക്കുന്നത്. 230-40 പേര് വിമാനത്തിലുള്ളവരാണ്. അതിലൊരാളെ രക്ഷപ്പെട്ടു. ബാക്കിയുള്ള നാട്ടുകാരും മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളാണ്. ഈ സന്ദർഭം കൂടി നമുക്ക് പ്രയാസം നൽകുന്നതാണ്. ഇപ്പം ഹെലികോപ്റ്റർ ഒരെണ്ണം വീണുണ്ടെന്ന് പറയുന്നു. ചൈന 20 പേരെ നമ്മുടെ സൈനികരെ കൊന്നു. ഇങ്ങനെ ഒരു അരിഷ്ടതാവസ്ഥയുടെ ഒരു കാലമുണ്ട്. ഞാൻ ഇബ്രാഹിം ടോറയുടെ കാര്യം തന്നെയാണ് പറഞ്ഞു വന്നത്. ഇത് സാന്ദ്രമായിട്ട് പറഞ്ഞതാണ്. ഇതിൽ എനിക്ക് തോന്നിയത്, ഇബ്രാഹിം ടോറയെ സംസാരിച്ച് പറയുമ്പോൾ അതേപോലെ നമ്മുടെ വേടനിലേക്ക് എത്തുകയാണ് ഞാൻ ഇങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ടതോ അരികുവൽക്കരിക്കപ്പെട്ടവർ ഇല്ലാത്ത ആളുകളെല്ലാം പതുക്കെ തങ്ങളുടെ അസ്തിത്വം മനസ്സിലാക്കിക്കൊണ്ട് പോരാടാനുള്ള ഒരു ചങ്കൂറ്റം എടുത്തു കാണിക്കുന്നു എന്നുള്ളതാണ്. ഈ വേടനെ സംബന്ധിച്ചിടത്തോളം നേരത്തെയൊക്കെ നമ്മൾ പറഞ്ഞതാണ്,
കാട് കട്ടുന്നവൻ്റെ നാട്ടിൽ ചോറ് വെക്കുന്ന മരിക്കുന്നു എന്ന് പറയുന്ന ഏറ്റവും ഒരു അനീതിയുടെ ഒരു രൂപം അദ്ദേഹം വരച്ച് കെട്ടുകയാണ് ചെയ്യുന്നത്. ഈ സന്ദർഭത്തിൽ അത് വാസ്തവത്തിൽ വേടനെ ഗവൺമെൻറ് തലത്തിൽ സംരക്ഷണം നൽകേണ്ടതാണ്. അദ്ദേഹത്തിനെ കൊല ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടാക്കരുത്. അത് ഒരു ദളിതിൻ്റെയോ വേറെ രീതിയിൽ മാത്രമല്ല, മനുഷ്യ സമൂഹത്തിൻ്റെ വംശത്തിൻ്റെ തന്നെ ഇങ്ങനൊരു ഇങ്ങനെ ഉയർന്നു വരുന്ന അടരുകളെ സംരക്ഷിക്കേണ്ട ബാധ്യത മാനവികതയ്ക്ക് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അങ്ങനെ വേടനെപ്പോൾ NR മധുവും ശശികല ടീച്ചറും ഒക്കെ സംസാരം പലതരത്തിൽ നടക്കും. പക്ഷെ അതൊന്നും ഏസിയില്ലെന്ന് മാത്രമല്ല തിരിച്ചടിയായിരിക്കുന്നു. ശശികല ടീച്ചർ തന്നെ പറയാനാണ് താല്പര്യം. വാസ്തവത്തിൽ ശശികല അദ്ദേഹത്തിന് ഒരു അധ്യാപക എങ്ങനെ ആകരുത് എന്നുള്ളൊരു മാതൃകയാക്കി മാറ്റുകയാണ്. അധ്യാപക കുലത്തിന് തന്നെ മോശമായി മാറുകയാണ്. എന്തെല്ലാം ഭാഷകളാണ് അവർ ഉപയോഗിക്കുന്നത്. വേടൻ്റെ അഴിഞ്ഞാട്ടം എന്നാണ് പറയുന്നത്. ഒരു തുടിയില്ല അഴിഞ്ഞാട്ടത്തെക്കുറിച്ച് ഒരു സന്യാസിനെ കൗപീനമെടുത്ത് ഓടുന്നത്, ലിംഗം മുത്തുന്നത് ഒക്കെ നാം കാണുകയാണ്. ഇതോടുകൂടി എന്തുണ്ടാവുന്നു? ശ്യാംകുമാർ പറയുന്ന സനാതന ഹിന്ദുത്വം എന്താണെന്നുള്ള ചർച്ചയ്ക്ക് രാവണനൊക്കെ കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടുകയെന്ന ഒരു വലിയ അപൂർവമായ സംഭവം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ശശികല ടീച്ചർ പിന്നോക്ക് പോയിൻ്റെ NR മധുവൊക്കെ പറയുന്ന വിവരം അതേ ഡോക്ടറേറ്റൊക്കെ എടുത്തുള്ള ആളാണ്. ഈ റേപ്പിനെ കുറിച്ച് അറിയില്ല. അതുപോലെ തന്നെ വർമ്മ എന്നൊക്കെ പറയുന്ന രീതിയിൽ എത്ര വികൃതമായ രീതിയിലാണ് ചെയ്യുന്നത്. അതേവസ്ഥ തന്നെ നേരത്തെ നമ്മൾ ആ വിമാനാപകടത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെക്കുറിച്ച് രഞ്ജിത്ത എന്ന് പറഞ്ഞ കുട്ടി മരിച്ചത്, അതിനെതിരായി ഒരാൾ പവിത്ര എന്നുള്ള ആൾ വളരെ മോശമായ ഒരു മനുഷ്യക്കുട്ടി മരിച്ചിട്ട് അത് നായരായതുകൊണ്ട് മാത്രം ആ പെൺകുട്ടിയെ അസഭ്യം പറയുക, ഏറ്റവും ക്രൂരമായ രീതിയിൽ നിന്ദിക്കുന്ന മലയാളികൾ ഇത്ര അധപതിച്ചു പോവുകയാണ്. അദ്ദേഹം ഡെപ്യൂട്ടി തഹസിൽദാരാണ്. അപ്പോൾ ഇവിടെ ഹിന്ദുത്വ വർഗീയവാദികളെ പോലെ, ഹിന്ദുത്വ തീവ്രവാദികളെ പോലെ ദളിത് മൗലികവാദികളും ഉണ്ട് എന്നുള്ളതാണ് പ്രശ്നം. അതും ശരിയായ നിലപാടല്ല. ആ തരത്തിലേക്ക് പോകുന്നത് അപകടകരമായി മാറും എന്നുള്ളത് നോക്കൂ. രാഹുൽ ഈശ്വർ ഇടത്തോട്ട് വരുമ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ വലത്തോട്ടേക്ക് നീങ്ങുന്ന കാണുന്നത്. എല്ലാ ദിവസവും എഴുന്നേറ്റ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ തെറ്റുകളും ശരികളും തലനാരി കഴുകി പിരിച്ച് ആ യാഥാർത്ഥ്യം കണ്ടുപിടിക്കാൻ വ്യഗ്രത കൊള്ളുന്ന ഈശ്വർ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് സവർണതയുടെ മനുഷ്യമുഖം കണ്ടുപിടിക്കാനുള്ള തിരക്കിലാണ് അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറയുമ്പോൾ. ഒരു CPI-കാരനായിട്ടുള്ള അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത കാലത്ത് സവർണരെ കളിയാക്കി ഇനിയും ആളുകൾ കൂടിയുണ്ട് എന്ന രീതിയിലൊക്കെ പറയുന്നത് എത്രത്തോളം രീതിയിലാണ് നാം പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. നമ്മളിവിടെ സംബന്ധിച്ചോളം പുതിയ കുട്ടികൾ വളരെ നന്നായി വന്നിട്ടുണ്ട്. അവരെ സംബന്ധിച്ചോളം അവർണരും സവർണരും ഒന്നല്ല, മനുഷ്യരാണ്. ഞാൻ നായരായി പോയതിൽ ഞാൻ തെറ്റല്ല, എൻ്റെ അച്ഛൻ ഇട്ടതാണ്, ഞാൻ തെറ്റല്ല. അതുകൊണ്ട് നായരായതുകൊണ്ട് അയാൾ സവർണ മേധാവിയുടെ ആളുകളൊന്നും കൊണ്ട് ക്രൂശിക്കാനും പാടില്ല. ദളിതിനെ കറുത്തവനായതുകൊണ്ട് അവൻ അടിച്ചമർത്തപ്പെടേണ്ടവനാണെന്നുള്ള ബോധത്തോടുകൂടി ഏത് രീതിയിൽ കളിയാക്കുന്നതും പരിഹസിക്കുന്നതും പീഡിപ്പിക്കുന്നതും അതീവ തെറ്റാണ്. അതിനെതിരെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യരാണ് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഈ വേടനെ ഇപ്പോൾ എല്ലാവരും എതിർക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഈ തമിഴ്നാട്ടിലും വിദേശത്തും ഉള്ള റേപ്പർമാരടക്കം വേടനെ പ്രകീർത്തിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. ഇവിടെ പെട്ടെന്ന് ഇതിനിടയിൽ ഞാൻ നോക്കിയപ്പോഴോ ഈ വേടനെക്കുറിച്ച് സംസാരിച്ചപ്പോഴാണ് ബാലേന്ദ്ര ചുള്ളിക്കാരൻ്റെ കവിത ഭയങ്കര വിചാരത്തിൽ വരും. 78 ഇറങ്ങിയ ബാലേന്ദ്ര ചുള്ളിക്കാരൻ്റെ കവിത പലരും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. വേടൻ അമ്പുരയ്ക്കുന്നത് എൻ്റെ ഹൃദയത്തിൽ തന്നെയാണ്, എന്നിട്ടും മുനയുടെ മൂർച്ച എൻ്റെ കവിതയ്ക്കില്ല. ഒഴിയുന്നത് എൻ്റെ നെഞ്ചിലേക്ക് തന്നെയാണ്, എങ്കിലും കുഴലിൻ്റെ സംഗീതം എൻ്റെ കവിതയിൽ. അങ്ങനെ അങ്ങോട്ട് തുടർന്നിട്ട് അവസാനം പറയാണ്, അതെ അപ്പോൾ അവൻ തോറ്റം പാട്ടുകൾ നിർത്തി മാറ്റം പാട്ടുകൾ പാടും. കരയുന്ന വാക്കുകൾക്ക് പകരം കത്തുന്ന വാക്കുകൾ വായിക്കും എന്ന് ബാലേന്ദ്ര ചുള്ളിക്കാട് അവസാനിപ്പിക്കുകയാണ്. ബാലേന്ദ്ര ചുള്ളിക്കാട് 78 പാടിയ ആ കവിത ഇന്ന് അന്വർത്ഥമായി വേടനിലൂടെ പുറത്തു വന്നിരിക്കുന്നു എന്നും കൂടി പറയുന്ന രീതിയിലേക്ക് ഇതിനിടയിൽ നിനുവയിൽ ഒരു അഭിമുഖം സംഭവം ഉണ്ടായി.
ദീനുവയിൽ ദളിത് ആക്ടിവിസ്റ്റാണ്. ടീം ശ്യാംകുമാറും അല്ല ദളിത് നല്ല പ്രഗത്ഭരായ സണ്ണി കപ്പിക്കാരനെ പോലെ തന്നെ വളരെ പ്രഗത്ഭരായ ബുദ്ധിമതികളും വിശകലന പാഠവുമുള്ളവരും അനീതിക്കെതിരെ പോരാടുന്നവരുമാണെന്നുള്ള യാതൊരു നിസ്സംശയം പറയാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞു, ദളിതനായി മാത്രം കൊണ്ടും മാത്രം തെറ്റിനെ ന്യായീകരിച്ചുകൂടാ. വേടനയെ സംബന്ധിച്ചുള്ള ഒരു വിമർശനം വന്നത്, ഒന്ന് കഞ്ചാവ് വലിക്കുന്നു എന്നുള്ളത്, മറ്റൊന്നത് സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ള മീട്ടു വന്നിട്ടുണ്ട്. അപ്പോൾ ദീനുവയിൽ കൃത്യമായി പറയാണ്, ഈ 2 കുട്ടികളെയും എനിക്കറിയാം, ഞാൻ സുഹൃത്തുക്കളാണ്. അവർ പറഞ്ഞത് വേടൻ ഞങ്ങൾ സ്നേഹിക്കുന്നവരാണ്, ബഹുമാനിക്കുന്നവരാണ്, ആരാധിക്കുന്നവരാണ്. അങ്ങനെ ആരാധിക്കുന്നവരെ ഇങ്ങനെ ലൈംഗികതയിലേക്ക് സമ്മർദ്ദം ചെലുത്തരുത്, ലൈംഗികതയിലൂടെ സ്പർശിക്കാൻ ശ്രമിക്കരുത്, സെക്സ് ചെയ്യാൻ നിർബന്ധിക്കരുത് എന്ന് പറയുകയാണ്. അതുകൊണ്ട് അത് തെറ്റാണെന്നും മാത്രമല്ല വേടൻ അത് തിരുത്തണമെന്നും ദീനുവയിൽ പറയുന്നത് വളരെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് വേടൻ്റെ ഒരു കാര്യം അത് ശ്രദ്ധിക്കേണ്ടതുമാണ്. വേടൻ പിന്നീട് അത് മാപ്പ് പറയുകയും ചെയ്തു. പാർവതി ലൈക്കടിച്ച് അത് വിമർശനം തിരിച്ചു എടുത്തു എന്നുള്ളതും ശരിയാണ്. ഈ മാപ്പ് പറഞ്ഞ് വളർന്നതാണ്. പക്ഷേ ഇതെന്താണ്, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ലൈംഗികത എന്നുള്ള ഒരു കാര്യങ്ങളുണ്ട്. ചെറുപ്പത്തിൽ കിട്ടുന്ന ഉപബോധ മനസ്സിൽ കിട്ടുന്ന ഓർമ്മകളാണ്, അല്ല അറിവുകളാണ് നമുക്ക് സ്ത്രീകളെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചും ഒക്കെ നമ്മൾ പ്രകടിപ്പിക്കുന്നത്. ഇത് വാസ്തവത്തിൽ വേടൻ മാത്രമാണ് കുറ്റവാളി അല്ല. നമ്മുടെ മൊത്തം സമൂഹം സ്ത്രീകളെയൊക്കെ സങ്കല്പിക്കുന്നത് ഈ തരത്തിൽ ഒരു ഉപഭോഗവസ്തുവായി തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിലാണ് നമ്മുടെ സമൂഹം, ഈ നമ്മുടെ സാഹിത്യകൃതികളും പല കൃതികളും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള സദാചാര സംസ്കാരങ്ങളൊക്കെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് വേടനിൽ ഈ സംഭവം ഉണ്ടാകുന്നത്. അദ്ദേഹത്തിൻ്റെ അതിർത്തി മുഴുവൻ ഈ തരത്തിലേക്ക് ഗോപ്യമായിട്ട് ചെയ്താൽ കുഴപ്പമില്ലെന്നും പരസ്യമായാലും കുഴപ്പമില്ലെന്നും, ഒരു വിനായകനെ പോലെയല്ല വേടൻ, കലാഭാവം മണിയെ പോലുമല്ല, മറിച്ച് ബുദ്ധിയുള്ള വേടനാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അദ്ദേഹം ദീനുവയിലിൻ്റെ ഉപദേശം സ്വീകരിക്കേണ്ടതാണ്. അദ്ദേഹം ഇപ്പോൾ അരുൺകുമാറായിട്ടുള്ള റിപ്പോർട്ടർ ചാനലിലെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം സത്യസന്ധമായിട്ട് പറയുകയാണ്. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഞാൻ കഞ്ചാവ് വലിച്ചിരുന്നു, മദ്യം വലിച്ചിരുന്നു, വലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ്. അത് നിർത്തിയിട്ടില്ല, നിർത്താൻ ശ്രമിക്കുന്നു എന്നേ പറയുന്നുള്ളൂ. നിർത്താൻ ശ്രമിക്കുന്നു എന്ന് നമ്മുടെ രാഷ്ട്രീയക്കാർ പറയാത്ത പോലെയാണത്. ഞാൻ നിർത്താൻ ശ്രമിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സൂക്ഷിക്കണം. നിങ്ങൾ ഒരു ഗ്യാങ് ലീഡറായി മാറരുത്. സ്വയം നിങ്ങളിൽ വല്ല ഉത്തരവാദിത്വമുണ്ട്. ഈ ഒരുപാട് ജനങ്ങളുടെ ആശയാഗ്രഹം. അതുകൊണ്ട് നിങ്ങളുടെ കൂടെ വരുന്നവരും എല്ലാവരും ദളിതരായിട്ടല്ല. ദളിതർ എന്ന് പറയുന്നത് തന്നെ ഇനി നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു, മനുഷ്യരാണ് എന്നുള്ള രീതിയിലേക്കൊക്കെ. പക്ഷേ അവർ അനുഭവിക്കുന്ന വേദനകൾ ഈ ദളിതരായതുകൊണ്ടാണ്, കറുത്തവരായതുകൊണ്ടാണെന്നുള്ള സത്യം നിലനിൽക്കുന്നു. ഇപ്പോൾ ബിന്ദുവിനെ കുറിച്ച് നമ്മൾ കാണുന്നു. ബിന്ദുവിന് പോലീസ് ഷർട്ട് കൊണ്ടു സ്വർണം കട്ടുമെന്ന് അവർ പറയുന്നു. അവർ കറുത്തവരായതുകൊണ്ടും ഒക്കെ അല്ലെങ്കിൽ പാവപ്പെട്ടവരായതുകൊണ്ട് പോലീസുകാരൊക്കെ അവരുടെ നെഞ്ചത്ത് കയറാൻ താല്പര്യം കാണിക്കുന്നു. അവസാനം അവർക്ക് സ്വർണ്ണമാല കിട്ടുന്നു ചെയ്യുന്നു. ഇത് നമ്മുടെ അതേ അവസരത്തിൽ തന്നെ ഇപ്പോൾ കൃഷ്ണകുമാറിൻ്റെ സിനിമാ നടൻ കൃഷ്ണകുമാറിൻ്റെ വീട്ടിലെടുത്ത് അവരുടെ കച്ചവട സ്ഥാപനത്തിൽ നിന്ന് 65 ലക്ഷം 64 ലക്ഷം പോയി. അവർ പണി ചെയ്യുന്നവരൊക്കെ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് പറയുന്നു. അവരായതുകൊണ്ട് അവരെ പീഡിപ്പിക്കുകയാണെന്ന് അവർ പറയുന്നു. അല്ല, നമ്മൾ തെളിവ് സഹിതം 65 ലക്ഷം അവർ ഈ അവരുടെ അക്കൗണ്ടിലേക്ക് വന്ന കാര്യവും പറയും. ഇങ്ങനെ നമ്മൾ ദളിതെന്നും സവർണെന്നും സവർണ മൗലികതയും അവർണ മൗലികവാദവും തെറ്റാണ് എന്നുള്ളതാണ് ഈ ദൃഷ്ടം കൃഷ്ണകുമാറിൻ്റെ. അപ്പോൾ ഭയങ്കര ചർച്ചകൾ 2 ഭാഗത്തും സത്യം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് വരും. ആരോ പറഞ്ഞില്ലേ, സത്യം ഒരു റൗണ്ട് ചുറ്റിയടിച്ച് വരുമ്പോഴേക്കും ഈ അസത്യത്തിൻ്റെ അസത്യം അല്ല സത്യം നടക്കാൻ തുടങ്ങുമ്പോഴേക്കും അസത്യം ഒരു റൗണ്ട് ചുറ്റി വരും എന്ന് പറയുന്നത് പോലെയാണ് ഈ സംഗതി. അതുകൊണ്ട് നമ്മൾ ഇനിയും ഈ ജാതിയുടെ മതത്തിൻ്റെ ഈ അതിരുകൾ ഭേദിച്ച് തന്നെ പോകണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ നീട്ടുന്നില്ല. മറ്റൊന്നത് ഇനി എന്നെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം എനിക്ക് തോന്നിയത്, ഈ അടുത്ത കാലത്ത് നല്ലത് കാണാൻ നമ്മൾ ശ്രമം നടത്തുമ്പോൾ ഈ വേടൻ്റെ കാര്യത്തിൽ തന്നെയാണ് എനിക്ക് അതിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മെഹ്റൂജ എന്നുള്ളൊരു സ്ത്രീയാണ് ഒരു വേടൻ്റെ വേദിയിലേക്ക് വരുന്നത്. വേദിയിലേക്ക് വന്ന് അദ്ദേഹം തിക്കിത്തിരിക്കുകയാണ് വരുന്നത്. ഒരു ഫോട്ടോ കൊടുക്കുന്നു, അങ്ങനെ എങ്ങനെയോ വേദിയിലെത്തുന്നു. അദ്ദേഹം ഫോട്ടോ കൊടുക്കുന്നു. ഫോട്ടോ കണ്ട വശം വേടൻ സ്തംഭിച്ച് നിൽക്കുകയാണ്. സപ്തനായി എന്ന് പറയാം. എന്ത് നിർവികാരതയോട് കൂട്ടിയാണ് നിൽക്കുന്നത്. എന്ത് പറയണം ഏത് പറയണം എന്നും പറയാം. നമുക്ക്
പെട്ട മനസ്സിലാവും അവൻ വേടൻ എന്തോ തൻ്റെ ആത്മസംഘർഷത്തിൻ്റെ ഏറ്റവും കൊടുമുടിയിലാണ് നിൽക്കുന്നത് മനസ്സിലാക്കാം. അത് മനസ്സിലായതോടെ അദ്ദേഹം ആ കുട്ടി പറയുകയും ഇത് ആ വിവരങ്ങൾ പറഞ്ഞപ്പോഴാണ് അവൻ ഒരു കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്തത്. വീണ്ടും കാണണമെന്ന് പറഞ്ഞു. രണ്ടുപേരും അവൻ്റെ കണ്ണുകൾ എന്തൊക്കെയാണ് ഭാഷ എന്ന് നമുക്ക് പിന്നീട് അതിൽ നിന്ന് ഞാൻ അത് മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വേടൻ്റെ അമ്മയെക്കുറിച്ച് എപ്പോഴും ആലോചിക്കാറുണ്ട്. അവർ ഈ ട്രെയിനിനെ എത്രയോ പേഷിപ്പിച്ചിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. ആ സ്ത്രീ തലമുടി കഴിച്ചിട്ട് നിൽക്കുന്ന പോലെ എനിക്ക് രാത്രി തോന്നാറ്. പക്ഷേ അവരുടെ ഫോട്ടോ കണ്ടു. ആ ഫോട്ടോയിൽ ഈ മെഹ്റൂജ സെൽഫി എടുക്കുന്നുണ്ട്. മെഹ്റൂജ ചിരിക്കുന്നത് പോലെ ഈ അദ്ദേഹത്തിൻ്റെ ചിത്ര എന്നാണ് പേരുന്നു. ചിത്ര അവരുടെ അമ്മ ചിരിക്കുന്നില്ല എന്നാണ് ഞാൻ ഒരു നിസ്സംഗ ഭാവത്തിലാണ് അയാൾ ഇരിക്കുന്നത്. പക്ഷേ വലിയൊരു അർത്ഥഗർഭം ഉള്ള മൗനത്തിൻ്റെ അർത്ഥഗർഭത്തിലേക്ക് ഇരിക്കുന്നത് പോലെയാണ് ഇരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ആവഹിച്ചെടുക്കുന്ന നിസ്സംഗതയോടുകൂടി എന്നാൽ ഒരു നിശ്ചയദാർഢ്യത്തോടുകൂടി ഇരിക്കുന്നൊരു ഭാഗമുണ്ട്. ഈ മെഹ്റൂജയുടെ വർത്താനം നിനക്ക് ഏതോ അവസരത്തിൽ കണ്ടു, വീട്ടിൽ കൊണ്ട് താമസിച്ച് ഒരു ദിവസം നിൽക്കുന്ന വരെ 3 മാസമോ നിന്നു. പിന്നെ അവർ പോകുന്നു. പക്ഷേ ആ കുട്ടി ആ സ്ത്രീ ആ ഒരു വനിത മുസ്ലിമായതുകൊണ്ട് എന്താ കുഴപ്പം? ആ കറുത്ത ഹിജാബ് ഇട്ടോ എന്തോ അവിടെ ഏറ്റവും ശരിക്കും പറഞ്ഞ മുസ്ലിം പണ്ഡിതന്മാരെക്കാൾ മുസ്ലിം സമുദായത്തിന് ഏറ്റവും മാന്യത ഉണ്ടാക്കി കൊടുത്തത് നെഹ്റു എന്നുള്ള പെൺകുട്ടിയാണെന്ന് ഞാൻ പറയും. എത്ര ഗംഭീരമായാണ് കുട്ടി അത് പറഞ്ഞത്. ഈ മിങ്കിളിങ് തൊട്ട് കഴിഞ്ഞാൽ ചാവും, തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര അപകടം ഉണ്ടാവും എന്ന് പറയുന്ന ഒരു മുസ്ലിം സമുദായത്തിൻ്റെ മൗലികവാദികളായ ഭ്രാന്തന്മാരുടെ ഇടയിൽ ഈ പെൺകുട്ടി ഒരു ഉജ്ജ്വല നക്ഷത്രം പോലെ ആ സമുദായത്തിൻ്റെ പ്രകാശഗോപുരമായി മാറിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവരുടെ വീട്ടിൽ കറുത്ത വസ്ത്രമൊന്നും ഇട്ടിട്ടില്ല. വളരെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഞാൻ ഇതുകൊണ്ടാണ് അവരുടെ അമ്മയെ ഇങ്ങനെ ബന്ധപ്പെട്ടിരുന്നു. കുറേ കാലങ്ങൾ കാണാണ്ടായപ്പോൾ അവരച്ഛനോട്ട് മരിച്ചു എന്ന് പറയുന്നു. അമ്മയ്ക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു, മകൻ വലുതാവണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അവൻ വലുതാവുന്നത് കാണാൻ അവൻ്റെ യൂട്യൂബ് ചാനൽ കാണാനൊക്കെ അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അവൻ വലുതായത് അമ്മ കണ്ടില്ല എന്ന വിഷമം നമുക്കടക്കം ഉണ്ടാക്കുന്ന രീതിയിലാണ്. ഇനി മെഹ്റൂജിയെ കേരളത്തിൻ്റെ അതാണ് കേരള സ്റ്റോറി എന്നാണ് എനിക്ക് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തെയും ഹിന്ദു സമൂഹത്തെയും ക്രിസ്ത്യൻ പരസ്പരം തല്ലുപിടിപ്പിച്ച് ആഹ്ലാദിക്കുന്നതിന് പകരം മെഹ്റൂജിയെ പോലെയുള്ള ആളുകൾ ഈ കേരളത്തിലുണ്ടെന്നുള്ളത് നമുക്ക് വലിയൊരു ആശ്വാസമാണ്. നിങ്ങൾ എന്ത് തന്നെ ഉണ്ടാക്കിയാലും കുഴപ്പമുണ്ട്, മെഹ്റൂജമാർ ഈ കേരളത്തിലുണ്ടാകും എന്നുള്ളത് നമുക്കൊരു വലിയൊരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ്. അവിടെ ഈ മിങ്കിൾ ചെയ്തൊരു സ്പോർട്സിനെ തൊട്ടുരുമിയാൽ പെട്ട് കൈ കണ്ടാൽ പ്രശ്നം. ഇതും മൗലികവാദത്തിൻ്റെ ഇവിടെയും കേരളത്തിലും മൗലികവാദികളുണ്ട്. ഇസ്ലാമിക രാജ്യം വരണമെന്നുള്ളത് ഇസ്ലാമിക രാജ്യം വരുന്ന സ്ഥലത്താണ് അഫ്ഗാനിസ്ഥാനിൽ താലിബാനുള്ളത്. ഇറാനിൽ ഹിജാബ് ഇട്ടില്ലെങ്കിൽ കൊല്ലാൻ ശ്രമിക്കുന്നത് പാകിസ്ഥാനിൽ. അപ്പോൾ ഒരു മൗലികവാദവും ഹിന്ദു രാഷ്ട്രമാവട്ടെ ക്രിസ്ത്യൻ രാഷ്ട്രമാവട്ടെ മുസ്ലിം രാഷ്ട്രവും ഉണ്ടാവില്ല. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം പോലും ഉണ്ടാവണമെങ്കിൽ അത് ജനാധിപത്യവൽക്കരിച്ച കമ്മ്യൂണിസ്റ്റ് സംസ്കാരമേ സോഷ്യൽ സമൂഹം ഉണ്ടാകുമ്പോൾ, മറിച്ച് അടിച്ചമർപ്പെടുത്തുന്ന ജനാധിപത്യ വിരുദ്ധമായ ഏകാധിപതികളുടെ കമ്മ്യൂണിസ്റ്റാണെങ്കിൽ അതിനെയും എതിർക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ഈ അവസരത്തിൽ നാം അത് ബിഗ് സല്യൂട്ട് കൊടുക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. ഇതിനിടയിൽ എനിക്ക് ഞാൻ പലതും വായിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയ പലപ്പോഴും ഈ എന്താണ് വാട്സപ്പ് യൂണിവേഴ്സിറ്റി ചിലപ്പോൾ നമ്മൾ അവാർഡ് ഉണ്ടാക്കും, ചിലപ്പോഴൊക്കെ നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ടാകും. അത് PMA ഗഫൂറിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കണ്ടു. PMA ഗഫൂർ ഒരു സംസാരം ഉണ്ടാവുകയാണ്. അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ ഒരു മകൻ സർക്കാർ സ്കൂളിലേക്ക് ചേർത്തി എന്ന് പറയാനാണ് ശ്രമം നടത്തിയത്. സാധാരണ ഞാൻ എപ്പോഴും സ്കൂളുകളിൽ പറയും അധ്യാപകരോട്, നിങ്ങൾ ആലുവ കഷ്ണം പോലുള്ള കുട്ടികളെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. സ്വഭാവം, തലമുടിയിരുന്നത്, ഷർട്ടിടുന്നത്, സംസാരം, ചീത്ത പറയാത്ത കുട്ടികൾ, അനുസരിക്കുന്ന കുട്ടികൾ. പക്ഷേ ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അവരുടെ ജീവിതം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കൂ, അവരുടെ വീട് എന്താണെന്ന് മനസ്സിലാക്കൂ. ഒറ്റ മുറിയിൽ അമ്മയെ ബലാത്സംഗം ചെയ്യുന്ന, അപ്പം കുടിച്ചു വന്ന് ബലാത്സംഗം അച്ഛൻ ഇന്ന് കുട്ടികൾ ഏതോ ചെമ്പിൻ്റെ അടിയിൽ പോയി പേടിച്ചിരിക്കുന്ന കുട്ടികൾ, അമ്മ നഷ്ടപ്പെട്ടവർ, അപ്പം നഷ്ടപ്പെട്ടവർ, ജീവിതത്തിൻ്റെ എല്ലാവിധ മോഹങ്ങളും നഷ്ടപ്പെട്ട് നിരാശയിൽപ്പെട്ട് പരിഹാസം കേട്ട്. ഇപ്പോൾ വേടം പറഞ്ഞ പോലെ സ്കൂളിൽ നിന്നാണ് എനിക്ക് ജാതി അധിക്ഷേപം അധികം കേട്ടിട്ടുള്ളത്. ഇതുപോലെ അധിക്ഷേപം കിട്ട കുട്ടികളാണ് സ്കൂളിൽ വരുന്നത്. ഏത് കുട്ടികൾ വരുന്നത്? സർക്കാർ സ്കൂളിൽ കനാൽ പുറമ്പോക്കിലും പാവപ്പെട്ട വീടുകളിലും ചേരിയിൽ താമസിക്കുന്നതിലും. ടീച്ചർമാരുടെ കുട്ടികൾ ഇൻ്റർനാഷണൽ സ്കൂളിലും വലിയ വലിയ സ്കൂളിലെല്ലാം പഠിപ്പിക്കുകയും ഇവിടെ പഠിപ്പിക്കാൻ വേണ്ടി വരികയും ചെയ്യുമ്പോൾ ഞാൻ പറയും,
ഈ കുട്ടികളും കൂടി ചേർത്ത് പിടിക്കണം എന്ന്. ഇത്തരം ആളുകളെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോഴേ മുന്നോട്ട് പോവുള്ളൂ. നിങ്ങളുടെ കുട്ടികൾ സർക്കാർ സ്കൂൾ, ഞങ്ങളൊക്കെ ഒരേ സ്കൂളിൽ വിട്ട് അമ്മ പഠിപ്പിച്ച സ്കൂൾ തന്നെയാണ്, അത് എയ്ഡഡ് സ്കൂളാണ്. അത് ഒരുമിച്ചാണ് എൻ്റെ അനിയനൊക്കെ ഞങ്ങളൊക്കെ പഠിച്ചത്. ഇപ്പോൾ ബുദ്ധിയുള്ളവരൊക്കെ അങ്ങനെ സർക്കാർ സ്കൂളിൽ ചേർത്തുന്നുണ്ട്. എന്തുകൊണ്ട്? അവർ നാളെ ആത്മഹത്യ ചെയ്തിരിക്കണമെങ്കിൽ, അവർ ഈ വർണ്ണവിവേചനം ഇല്ലാതിരിക്കണമെങ്കിൽ, അവർ സ്ത്രീ പുരുഷ സമത്വത്തിലൊക്കെ കുറച്ചും കൂടി അടുക്കണമെങ്കിൽ ഇങ്ങനെ മിക്സഡ് ആയിട്ടുള്ള സ്കൂളുകളിലും പാവപ്പെട്ടവരെയും കഷ്ടപ്പെടുന്നവരും കറുത്തവരെയും വെളുത്തവരെയും ഒക്കെ കാണുന്ന ഒരു സമൂഹത്തിൽ ജീവിച്ചു വളർന്നു. PM ഗഫൂറിൻ്റെ കാര്യം പറഞ്ഞത് ഇതുകൊണ്ടാണ്. PM ഗഫൂർ സംസാരിക്കുക മാത്രമല്ല പ്രവർത്തിക്കാൻ തയ്യാറായി. ഈ കവിതയുടെ ശകലം കേട്ടുകൊണ്ട് അദ്ദേഹം, കവിത എന്താണ് ഞാൻ പറയാം. മഴ പെയ്യുന്നുണ്ട്, ഞാൻ പതുക്കെ എടുക്കുകയാണ്, കയ്യിൽ വെച്ചിട്ടുകൊണ്ട് സംസാരിക്കേണ്ട ഗതികേട് വന്നിരിക്കുകയാണ്. ഞാൻ എൻ്റെ അവിടുത്തെ നെറ്റ് ശരിയല്ലാത്തതുകൊണ്ട് മറ്റൊരു സ്ഥലത്താണ് ഇരിക്കുന്നത്. മഴ വരുന്നതുകൊണ്ട് കയറി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി BMAയിലേക്ക് തന്നെ ഞാൻ പോകുന്നു. അദ്ദേഹത്തിൻ്റെ പലപ്പോഴും ഞാൻ വീഡിയോ കാണാറുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് സ്കൂളിൽ കൊണ്ട് ചേർത്തി, സർക്കാർ സ്കൂളിൽ കൊണ്ട് ചേർത്തി. ആ സർക്കാർ സ്കൂളിൽ ചേർത്തപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാറ് അവിടെ കൊണ്ടിടാൻ നിന്നപ്പോൾ മകൻ തടഞ്ഞു. മകൻ പറഞ്ഞു, വേണ്ട അച്ഛാ, ഉപ്പച്ചി അപ്പച്ചി അവിടെ കൊണ്ടിടണ്ട. അങ്ങനെ കൊണ്ടിട്ടാലേ അവിടെയുള്ള കുട്ടികൾ, അവരില്ലാത്ത കുട്ടികൾ വിഷമിക്കും. അതുകൊണ്ട് ഒരിക്കലും അപ്പോൾ ഞാൻ അവിടെ നടന്നു പോയിക്കോളാം എന്ന് പറയുന്ന മകൻ്റെ ഉത്തരം കേട്ട് PM ഗഫൂർ വളരെ സന്തോഷവരുന്നതിന്. അതിന് കാരണം അദ്ദേഹം ഒരു കവിത കൂടി പറഞ്ഞിട്ടാണ് അത് തുടങ്ങുന്നത്. അത് സോമൻ കടലൂരിൽ നിന്ന് കണ്ടൊരു കവിയുടെ കവിതയാണ്. പലപ്പോഴും ഞാൻ അങ്ങനെ അനങ്ങാതിരിക്കുമ്പോഴും ഇതൊക്കെ വായിക്കാൻ ശ്രമം നടത്തുകയാണ്. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ മകൻ സെൻറ്റ് തോമസ് ഇംഗ്ലീഷ് സ്കൂളിലാണ് പഠിക്കുന്നത്. സ്കൂളിൽ ഒരിക്കൽ കൂടി ഞാനിതൊന്ന് ശരിപ്പെടുത്തട്ടെ കേട്ടോ, ക്ഷമിക്കണം. മറ്റൊരു സ്ഥലത്തിരിക്കുകയാണ്, ഇതൊക്കെ അറേഞ്ച് ചെയ്യണം. ഞാൻ വായിക്കാൻ ശ്രമം നടത്താം. എൻ്റെ മകൻ സെൻറ്റ് തോമ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ, അവൻ്റെ മകനും മകളും ഇസ്ലാമിക പബ്ലിക് സ്കൂളിൽ, നിൻ്റെ മകനും മകളും വിവേകാനന്ദ വിദ്യാഭവനിൽ. ഒരേ പാഠപുസ്തകം വായിച്ച് ഒരേ വിശപ്പ് ഭക്ഷിച്ച് നമ്മൾ പഠിച്ച ആ പഴയ സ്കൂളുണ്ട് ഇപ്പോഴും. നമ്മൾ ഒരേ പാഠപുസ്തകം വായിച്ച് ഒരേ വിശപ്പ് ഭക്ഷിച്ച് നമ്മൾ പഠിക്കാതെ പഠിച്ച ആ പഴയ സ്കൂളുണ്ട് ഇപ്പോഴും. പണ്ടത്തെ നമ്മളുടെ അച്ഛനമ്മമാരെ പോലെ പരമദരിദ്രരായൊരുടെ മക്കൾ അവിടെ എപ്പോഴും പഠിക്കുന്നു. ഒരിക്കൽ വാളും കുരിശും തൃശൂലും നമ്മുടെ മക്കൾ പോരിനിറങ്ങുമ്പോൾ നടുവിൽ നിന്ന് തടുക്കുവാൻ അവരെങ്കിലും മിടുക്കരാവട്ടെ. ഒരിക്കൽ വാളും കുരിശും തൃശൂലുമായി നമ്മുടെ മക്കൾ പോരിനിറങ്ങുമ്പോൾ നടുക്ക് നിന്ന് വീണ് തടുക്കുവാൻ അവരെങ്കിലും മിടുക്കരാവട്ടെ എന്ന് സോമൻ കടലൂർ പറയുകയാണ്. ഈ കവിത PM ഗഫൂറിനെ സ്വാധീനിച്ചു എന്ന് മനസ്സിലാക്കുന്നത് ഇതും നാം മനസ്സിലാക്കേണ്ടതാണ്. നമ്മളുടെ സമൂഹം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നാം ചെയ്യണം. ഇവിടെ വളരെ വളരെ മാതൃപരമായിട്ടാണ് PM ഗഫൂർ സംസാരിക്കുക മാത്രമല്ല പ്രവൃത്തിയിലും കാണിച്ചിരിക്കുന്നു. ഇതിൻ്റെ ഒരു അംശം നമ്മുടെ അധ്യാപകർ കാണിച്ചിരുന്നെങ്കിൽ, രാഷ്ട്രീയ പ്രവർത്തകർ കാണിച്ചിരുന്നെങ്കിൽ, പൊതുസമൂഹത്തിൽ പ്രവർത്തകർ കാണിച്ചിരുന്നെങ്കിൽ എത്ര വാസ്തവത്തിൽ നമ്മുടെ അവിടെ വാചകങ്ങളാണ് അധികം. ഫേസ്ബുക്കിൽ ലൈക്ക്, ഫേസ്ബുക്കിൽ അഭിവാദ്യങ്ങൾ, ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിൽ എല്ലാം ചെയ്യും. പക്ഷേ പ്രയോഗത്തിൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ അത് വിസ്തരിക്കുന്നില്ല, വളരെ വളരെ കുറവാണ് എന്നാണ്. പക്ഷേ PM ഗഫൂറിനെ പോലെയുള്ള ആളുകൾ ചെയ്യുന്നത് വളരെ ഗംഭീരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ അധികം നിർത്തുന്നില്ല. എനിക്ക് ഈ അടുത്ത കാലത്ത് ഞാനിങ്ങനെ അനങ്ങാതിരിക്കുമ്പോഴൊക്കെ സുധിമോൾ എന്നൊരാളെ കണ്ടു. ഈ സ്റ്റാർ കോമഡിയിൽ ഒരു ചിരി മെമ്പർ ചിരി എന്നൊക്കെ കണ്ടത്. ആ കുട്ടിയെ കണ്ട് അത് സാധാരണ ഞാനങ്ങനെ ശ്രദ്ധിക്കാറില്ല. പക്ഷേ ആ പെൺകുട്ടിയുടെ സംസാരത്തിലൂടെ വളരെ നിഷ്കളങ്കത കൂടി അദ്ദേഹത്തിൻ്റെ വീഡിയോ ഇങ്ങനെ കാണാനിടയായി. വാസ്തവത്തിൽ അത് വളരെ 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 സന്തോഷകരം. നമ്മുടെ നാട്ടിൽ എല്ലാവരും പറയും ജാതിയില്ല, മതമില്ല, ദരിദ്രമെല്ലാം മാറി നമ്മൾ പക്ഷേ മനുഷ്യർ എങ്ങനെ ജീവിക്കുന്നു കാണിക്കാൻ ആ കുട്ടി
ആ കല്യാണം കഴിച്ച് പ്രേമിച്ചാണെങ്കിൽ വീട്ടിലെത്തിയപ്പോൾ ഭയങ്കര പ്രയാസമായി. ഒരു വെള്ളക്കെട്ടുള്ള സ്ഥലത്തൊരു ഒരു കൂര, ഒരു പ്ലാസ്റ്റിക് കുറ മറച്ചിട്ടുള്ള സ്ഥലത്താണ് ഇരിക്കുന്നത്. അദ്ദേഹം അവരുമായി ജീവിക്കുന്നു, അവന് ജീവിക്കാൻ പറ്റാതെ വരുന്നു. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഈ ഫ്ലോറിൽ വരുന്നത്. അവസാനം ആ ഫ്ലോറിൽ നിന്ന് സംസാരിച്ച് മിടുക്കിയായി ഇപ്പോൾ ഇന്നൊരു സിനിമാ നടിയായി മാറിയിട്ടുണ്ട്, ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നു. അവർ യൂട്യൂബ് തുടങ്ങി. ആ യൂട്യൂബ് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഈ അടുത്ത കാലത്ത് യൂട്യൂബിൽ അവർ കാണിച്ചു തരാണ് ഒരു സുഹൃത്ത്, ഒരു അഭ്യുദയകാംക്ഷി ആൾക്ക് ഒരു സമ്മാനം അയച്ചൊരു ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനമുള്ള ഒരു കെട്ട് തന്നെ അവൾക്ക് അയച്ചു കൊടുത്തു. എന്നിട്ട് അയാൾ പറഞ്ഞു എൻ്റെ പേര് പറയരുത്, തീർച്ചയായിട്ടും പേര് പറയരുത്, പാലയിലൊരാളാണ്, എല്ലാം കാണിച്ചു തരാണ് ആസ്വദി. പക്ഷേ അത് കഴിഞ്ഞ് തൊട്ട ദിവസം തന്നെ മറ്റൊരു വീഡിയോ കാണാൻ ഇവർക്ക് എതിരായി ഇവരുടെ കമൻസിൽ ഇതിലൂടെ കള്ളിയാണ് എന്ന് പറയുകയും അസൂയ മൊത്തം ആരോ ഇതിന് കമൻറ്റ് ചെയ്തിരിക്കാം. ഇതും നമ്മുടെ നാട്ടിൽ പലരും പറ്റിക്കപ്പെടുന്നുണ്ട്. വളരെ അയ്യപ്പത്തോ എന്ന് പറഞ്ഞിട്ട് പറ്റിക്കുന്ന ആളുകൾ നോക്കിയപ്പോൾ അവർ വേറെ സ്ഥലമുണ്ട്, അവർക്ക് വീടുണ്ട്, നമ്മുടെ ഏതോ ഒരു ആൾ പറഞ്ഞപ്പോൾ അവർ വീടും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കുറേ സംസാരം ഉണ്ടാക്കിയല്ലോ. ഇവിടെ അതുപോലെ തന്നെ അവർ പോയി അവർ വീടുണ്ടെന്ന് നോക്കിയപ്പോൾ അവർ പറഞ്ഞു എനിക്ക് വീടുണ്ടായിരുന്നു, ഞാൻ 1 ലക്ഷം രൂപ കൊടുത്തു പകുതി, പക്ഷേ അത് വിൽക്കാനോ പിടിക്കാനോ പറ്റില്ല, അത് കൂട്ടുസ്വത്താണ്, ഞാൻ ആ കാശ് തിരിച്ചു ചോദിച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ ഇരിക്കുക, എന്നെ വെറുതെ നശിപ്പിക്കരുത്, അധികം നശിപ്പിച്ചാൽ നിങ്ങളുടെ വിശേഷങ്ങൾ എനിക്ക് പറയേണ്ടി വരുന്ന കുട്ടി പറയും. പക്ഷേ സുജിമോൾ ഇന്ന് അറിയപ്പെടുന്നൊരു നടിയും പാട്ടുകാരിയും ഒക്കെ ആയി മാറിയിട്ടുണ്ട്. മറ്റൊരു എനിക്ക് ആ ഒരു സംഗതിയും കൂടി എനിക്ക് അതുപോലെ തന്നെ ഒരു ശാന്ത ബാലൻ എന്നുള്ളത്. ശാന്ത ബാലൻ താൻ ചെറുപ്പത്തിലൊക്കെ പാടിയിരുന്നു, സ്കൂളിലൊക്കെ പാടിയിരുന്നു പക്ഷേ കല്യാണം കഴിഞ്ഞുകൂടി ആ പാട്ടൊക്കെ നിർത്തി. പക്ഷേ ആരോ എങ്ങനെയോ അറിഞ്ഞ് അവർ പാട്ടുകാരിയാണെന്ന് മനസ്സിലാക്കി ഒരു ചാനൽ അവരെ പാട്ട് പാടാൻ വിളിക്കുകയും പാട്ട് വൈറലാവുകയും ആ വൈറലായപ്പോൾ അവർ ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ആ ഗ്രൂപ്പിൽ അവർക്ക് യൂട്യൂബ് ഉണ്ടാവുകയും അങ്ങനെ ആ യൂട്യൂബിൽ അവർ പാടി വളരെ നല്ല മധുരമായ ഒരു പാട്ട് എന്നാണ് എനിക്ക് തോന്നിയത്. നല്ല ആസ്വാദനമായിട്ട് നമുക്ക് ഇരിക്കാൻ തോന്നും. ഞാൻ ഇപ്പോൾ തൊണ്ടൊക്കെ പാടാൻ നോക്കുമ്പോൾ ഒന്നും പാടാൻ പറ്റണമെന്നില്ല വാസ്തവത്തിൽ. പലപ്പോഴും പാടാൻ തോന്നുന്നുണ്ട്, പലപ്പോഴും കുട്ടികൾ ഡാൻസ് കളിക്കുന്നത് പാടാൻ തോന്നുന്നു, വാസ്തവത്തിൽ പാടാൻ നമുക്ക് പറ്റുന്നില്ല, അതിനൊരു കഴിവ് വേണം. എന്തായാലും ഞാൻ പറഞ്ഞത് അവർ പിന്നീട് സിനിമയിൽ പാടി എന്നുള്ള ഒരു അങ്ങനെ നമ്മുടെ നാട്ടിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്, നല്ല കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചെയ്യണം എന്ന് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നിലമ്പൂരിൽ ഇലക്ഷൻ വരികയാണ്. തീർച്ചയായിട്ടും ഞാൻ പറയും എം സ്വരാജ് ജയിക്കണം എന്ന് പറയും. എന്താ കാരണം വെച്ചാൽ എം സ്വരാജ് എൻ്റെ ഹൃദയത്തിൽ പിടിച്ചൊരാളല്ല വാസ്തവത്തിൽ. VS അച്യുതാനന്ദൻ്റെ കാലത്തൊക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രകോപനമായിട്ടുള്ള അല്ലെങ്കിൽ അതിവൈകാരികമായുള്ള സംസാരങ്ങളും അവികൃതികരമായ സംസാരങ്ങളൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്. അതുകൊണ്ടല്ല, എന്തായാലും ഇപ്പോൾ അദ്ദേഹം കാണുമ്പോൾ ഭയങ്കര നിസ്സംഗനായിട്ട് എനിക്ക് തോന്നുന്നു, നിർവികാരനായ ഒരു അക്കാദമിഷനെ പോലെ സംസാരിക്കുന്ന ആളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ പോലും അദ്ദേഹം വായനയും പരിപാടിയൊക്കെ നടത്തി ഈ അടുത്ത കാലത്ത് ഒരുപാട് വെളിപ്പെടുത്തലുകൾ നടത്തി. ചന്ദ്രശേഖരനെ കൊന്നതിൽ അദ്ദേഹം ദുഃഖിക്കുന്നു. അതുപോലെ തന്നെ VS-നെ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, എൻ്റെ നേതാവാണ്, എന്നൊക്കെ പറയാൻ ഇപ്പോൾ ഒരു സാധ്യതയുണ്ട്. എന്തായാലും ഈ ഇക്കാലത്തിനിടയിൽ ചെറുപ്പക്കാരുടെ യുവാക്കളുടെ ഇടയിൽ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ നിലപാട് എല്ലാ മനുഷ്യർക്കും കൊടുക്കരമാണ്. അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ എം സ്വരാജ് ജയിക്കണം എന്ന് പറയാൻ കാരണം കൂടിയുണ്ട്. ഈ അൻവറെ പോലുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിൽ വിമോചക ദൗത്യം ഏറ്റെടുക്കാൻ വരുന്നത്. അവർ ഏത് നമ്മുടെ അൻവർ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ ഇപ്പോഴും സത്യമുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. പക്ഷേ അൻവറിന് അർഹതയുണ്ടോ എന്നുള്ളതാണ് കാര്യം. അർഹതയില്ലെന്ന് മാത്രമല്ല, ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ മുതലെടുത്തുകൊണ്ട് തങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ ഓരോ കാലാകാലങ്ങളിൽ ഒന്ന് പിണറായി വിജയനെ സ്തുതിപാടുന്നു, അത് കഴിയുമ്പോൾ പിണറായി വിജയത്തിന് എതിരായിട്ട് സംസാരിക്കുന്നു, VD സതീശൻ്റെ അടുത്തേക്ക് പോകുന്നു, മറ്റൊരിടത്തേക്ക് പോകുന്നു, തൃണമൂലിലേക്ക് പോകുന്നു, കിട്ടാണ്ട് വരുമ്പോൾ വെള്ളം കുടിക്കുന്നു, എനിക്ക് കാശില്ല ഇലക്ഷൻ നിൽക്കാൻ എന്ന് പറയുന്നു, 52 കോടി ആസ്തിയുണ്ട് പക്ഷെ കാശില്ല എന്നൊക്കെ പറഞ്ഞ ജാട്ട്പുട്ട് കാര്യങ്ങളുള്ള അൻവറെ പോലുള്ള ഒരിക്കൽ പോലും ഈ രാഷ്ട്രീയത്തിന് ഈ PC ജോർജിനെ പോലുള്ള ശല്യങ്ങളാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് അവിടെ വിജയിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എം സ്വരാജ് ഈ നമ്മുടെ ആര്യാണി ഷൗക്കത്ത് വളരെ എനിക്ക് തോന്നുന്നു നന്നായി സംസാരിക്കുന്ന ഒരാളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ LDF-ലേക്കൊക്കെ പോകണം, ഈ UDF-നുമായിട്ട് തെറ്റിയിരിഞ്ഞ് എപ്പോൾ വേണേൽ പോകാം എന്നാൽ പോലും നിലമ്പൂർ ഒരു ഐതിഹാസിക സമരങ്ങളുടെ ചരിത്രമാണ്. ആ ചരിത്രത്തിൽ നിന്ന് തിരിച്ചു പിടിക്കണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ പ്രസ്ഥാനം നശിച്ചുകൂടാ എന്നുള്ളതാണ് കാര്യം. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വർഗീയവാദത്തെയൊക്കെ കർശനമായി എതിർക്കാൻ
MA ബേബി പോലെയുള്ള ആളുകൾ ഇപ്പോൾ അഖിലേന്ത്യാ പ്രസിഡൻ്റായത് വളരെ നന്നായി. അദ്ദേഹം മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹം അതിൻ്റെ അറിവും കഴിവനുസരിച്ച് വിശാലമായ വ്യാപകമായ രീതിയിൽ സ്വീകാര്യത സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷകരമായൊരു കാര്യമാണ്. ആ തരത്തിലും ഇതിന് ഒരു തിരിച്ചറിവുണ്ടാവും, ഒരു മാറ്റം ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. വളരെ ബുദ്ധിമുട്ടുണ്ട് വാസ്തവത്തിൽ. ഞാൻ പല ലെക്സാലോജിക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൃത്യമായിട്ട് നിലനിൽക്കുന്നു. ഈ നിലമ്പൂരിൽ ജയിക്കുന്നത് വരും നിയമസഭയുടെ ഒരു നാന്തിയായിട്ടോ അല്ലെങ്കിൽ ഉദാഹരണമായിട്ട് കണക്കാക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുക. മറിച്ച് ഈ നിലമ്പൂരിൽ സാഹചര്യം ഉണ്ടാക്കിയ പി അൻവറെ പോലുള്ള ആളുകൾ ഈ ഒരിക്കൽ പോലും രാഷ്ട്രീയത്തിൽ നിലനിൽക്കാൻ കൊള്ളില്ല എന്നുള്ളതാണ്. പീഡിതേഷൻ നമ്മൾ പറയും കേഡർ സിസ്റ്റം വരണം എന്നല്ലോ പറഞ്ഞല്ലോ. ഈ പിണറായി വിജയൻ്റെ വേറൊരു രൂപത്തിൽ തന്നെയാണ് VD സതീശനും സഞ്ചരിക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. വാസ്തവത്തിൽ തൊഴുത്തുകുത്തിൻ്റെയൊക്കെ അത് അങ്ങനെയുള്ള ആളുകളാകുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വർഗീയത എതിർക്കാൻ പറ്റാതെ വരും എന്നുള്ളതാണ് വാസ്തവത്തിൽ. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ ഈ എല്ലാ മൗലികവാദികളും ശക്തി പ്രാപിച്ചു വരുന്നു എന്നുള്ളതാണ്. ആ സമയത്തിൽ കുറച്ചുകൂടി കരുത്തരായിട്ടുള്ളത് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന നിലയ്ക്കാണ് ഞാൻ CPM ഇടതുപക്ഷത്തെ കാണുന്നത്. ഓർമ്മല്ല ഇപ്പോൾ ഒരു പുതിയ സംഭവം ഉണ്ടായിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി വെള്ളം മാമൂസ മുക്കിയിട്ട് ആരേറ്റെടുത്തിരിക്കുന്നു. UDF എടുത്തിരിക്കുന്നത് PDF-നെ വെള്ളം മുക്കി LDF എടുത്തിരിക്കുന്നു. ഇത് സത്യത്തിൽ അപ്പോൾ ഇത് രണ്ടും മൗലികവാദത്തിൻ്റെ ആൾസാംസമുള്ള സ്ഥലങ്ങളാണ് അവരുടെ തലച്ചോറ്. അവർ ഇസ്ലാമിക രാഷ്ട്രം വേണമെന്ന് ആഗ്രഹിക്കുന്ന ബഹുസ്വരതയെ അംഗീകരിക്കുക, മിങ്കിളിങ്ങിനെ എതിർക്കുന്ന, ഈ മൗലികവാദത്തിന് അനുകൂലമായി നിലനിൽക്കുന്ന, ഹിജാബിനും ബുർക്കയ്ക്കൊക്കെ അനുകൂലമായി നിലനിൽക്കുന്ന, ഈ ശരീഅത്തിനെ അനുകൂലിക്കുന്ന, മുസ്ലിം വ്യക്തിനിയമങ്ങൾ അച്ചിട്ടായി പാലിക്കണമെന്ന് പറയുന്ന, അങ്ങനെ 6-ാം നൂറ്റാണ്ടിൻ്റെ പല കാര്യങ്ങളും സ്വീകരിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായുള്ള മനസ്സുള്ള ആളുകളുടെ കൂട്ടം കൂടിയാണത്. അതുകൊണ്ട് അവരെ സ്വീകരിക്കുന്നത് രണ്ടു കൂട്ടരും തെറ്റാണെന്ന് എൻ്റെ അഭിപ്രായം. രണ്ടു കൂട്ടരും മറിച്ച് ഒരു ഭാഗത്ത് ഹിന്ദു തീവ്രവാദത്തെ, ഖാസയെ പോലുള്ള ക്രിസ്ത്യൻ തീവ്രവാദത്തെ സ്വീകരിക്കുന്ന BJP നിലപാട് ഈ എല്ലാ മൗലികവാദികളുടെയും ഉയർച്ചയാണ് കേരളത്തിൽ കാണുന്നത്. അത് വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് വേടനെ പോലുള്ള ആളുകൾ ഉണ്ടാകുമ്പോൾ പുതിയ തലമുറ പറയുന്നത് നിങ്ങൾ ഈ ജാതി മതത്തിനപ്പുറമായി മനുഷ്യത്തെ സ്നേഹിക്കാൻ വേണ്ടി ചെറുപ്പക്കാർ രംഗത്ത് വരുന്നു എന്നാണ്. ഈ സുരേഷ് ഗോപിയെ കെട്ടിപ്പിടിക്കാൻ അവരുടെ മാറൽ ചാരാൻ സ്ത്രീകൾ ഓടിക്കൂടുന്ന ഒരു ഭാഗത്ത് കൂടുമ്പോൾ മറുഭാഗത്ത് പ്രാങ്കയെ കൈമുത്തുന്ന ആളുകളുമുണ്ട്. അല്ലെങ്കിൽ അതുപോലെ തന്നെ മുസ്ലിം പണ്ഡിതന്മാരുടെ വിഡ്ഢിത്തരത്തിന് ഈ അടുത്ത കാലത്താണ് മുസ്ലിം പണ്ഡിതൻ പറഞ്ഞത് 1000 രൂപ ഒരു കുട്ടി ജയിക്കാൻ വേണ്ടി കൊടുത്തു, ഏറ്റവും പഠിപ്പ് കുറവുള്ള കുട്ടി. അപ്പോൾ അയാൾ പറയാണ് ഏറ്റവും കുറവുള്ള കുട്ടി 1000 കൊടുത്താൽ പോരാ, ഏറ്റവും കുറവുള്ള കുട്ടി അതിനേക്കാൾ കൂടുതൽ കൊടുത്താൽ മാത്രമേ വിജയിക്കുള്ളൂ. അതുകൊണ്ട് അവർ ജയിച്ചില്ലെങ്കിൽ കുറ്റമില്ല, കൂടുതൽ കൊടുത്താൽ മാത്രമാണ് കൂടുതൽ വിജയം ഉണ്ടാവുള്ളൂ എന്ന് പറയാൻ ഈ കേരളത്തിൽ പറയാൻ ധൈര്യം അയാൾക്കുണ്ടായി എന്നുള്ളത് പറഞ്ഞത്. അവിടെയാണ് ഈ മുസ്ലിമത്തിൻ്റെ അധപതനം. ഇതുപോലെ എല്ലാ സ്ഥലത്തും ഉണ്ട് ഈ പ്രാന്തന്മാരൊക്കെ, ക്രിസ്ത്യാനികളുണ്ട്, എല്ലാവരും ഉണ്ട്. ഈ അടുത്ത് ആരാ പറഞ്ഞിട്ട് കാലുമ കൈ കെട്ടി കാലുമ കറുത്തയിട്ട് കെട്ടുന്നത് വേശികളാണ്, പെൺകുട്ടികളും കെട്ടുന്നത്. അച്ഛൻ പ്രസംഗിക്കുകയാണ് വാസ്തവത്തിൽ. ഏതോ പറഞ്ഞാൽ ജീൻസ് ഇട്ട ഗർഭം ധരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു വലിയ പ്രൊഫസർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെ അന്ധവിശ്വാസ അനാചാരങ്ങൾ കൊടികുത്തുകയിടയിൽ അവർക്ക് ഗുണകരമായ രീതിയാണ് PDP വെള്ളപൂശുന്നതും ഈ ജമാഅത്ത് ഇസ്ലാമിയെ വെള്ളപൂശുന്നതും ഒക്കെ. അതുകൊണ്ട് അതിൽ നിന്ന് മാറ്റം വരുത്തുന്ന മാനവികമായ മുന്നേറ്റം ഉണ്ടാവണം എന്നുള്ളത് നിലനിൽക്കെ തന്നെ അതിനെ കുറച്ചുകൂടി അടുപ്പം സ്വരാജിനാണെന്നാണ് എൻ്റെ വിശ്വാസം. വാസ്തവത്തിൽ ജയിക്കണം എന്ന് ഞാൻ അതേ അവസരത്തിൽ അടുത്ത നിയമസഭ ജയിക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെ ആലോചിച്ചിട്ട് വേണം കേരള ജനത. ആർക്കും തന്നെ വലിയ ഭൂരിപക്ഷം കൊടുക്കാൻ പാടില്ല. വലിയ ഭൂരിപക്ഷം കൊടുത്താൽ ഒരു അഴിമതിക്കാരാവും. ഇപ്പോഴേ ഇടതുപക്ഷത്തിൽ അഴിമതിക്കാർ കൂടിയിട്ടുണ്ട്, ഇനിയും കൂടാനാണ് സാധ്യത. അതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ ഫലം അല്ല നിയമസഭയിൽ ഉണ്ടാകേണ്ടത്, ഉണ്ടാകില്ല എന്നെൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സാധാരണ മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ വളരെ ഇതിന് പ്രയാസപ്പെട്ടു പോകും. നമ്മൾ ജീവിതത്തിന് എന്താണ് ഒരു മൂല്യമുള്ളത് വാസ്തവത്തിൽ? ഇപ്പോൾ നമ്മുടെ എല്ലാ വീടുകളിലും അച്ഛനമ്മയും മാത്രമായിരിക്കും വാസ്തവത്തിൽ ഈ ജനിപ്പിച്ചത്. ഞാൻ മൈത്രേയൻ്റെ സംസാരം കേൾക്കും, സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു കുടുംബം വേണ്ട ജനിപ്പിച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ലാന്ന് എനിക്ക് തോന്നുന്നു. കുടുംബം ഒരിക്കലും പോകാൻ പോകുന്നില്ല. അല്ലെങ്കിൽ കുടുംബം ഉണ്ടാക്കാൻ പാടില്ല, അല്ലെങ്കിൽ അപ്പനും അമ്മയും ഉണ്ടാകാൻ പാടില്ല. അപ്പനും അമ്മയും സഹോദരന്മാരുണ്ടാക്കിയത് മനുഷ്യൻ മാത്രമാണ്. ബാക്കി ഒരു ജീവജാലങ്ങളും കാണാൻ സാധിക്കില്ല. നമ്മുടെ
ഇസ്ബിൻ്റെ നാടകമല്ലേ, മറന്നു വീട്ടുവർക്കാം. അപ്പോൾ നമ്മളുണ്ടാക്കിയാണ് മാതാപിതാക്കൾ, നമ്മളുണ്ടാക്കിയാണ് സഹോദരി സഹോദരൻ. ഒരു 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 മുത്തശ്ശനായ സിംഹത്തെ സംരക്ഷിക്കുന്ന ഒരു സിംഹവും കൂട്ടവുമില്ല, ഒരു പെൺസിംഹങ്ങളുമില്ല. ആ വയസ്സായ സിംഹം നടന്ന് മുള്ളിൽ ചേർന്ന് ചില കടിച്ച് പിടിച്ച് മുറിച്ച് പുഴുവെന്ന് കാണിച്ചാകുന്നത്. പക്ഷെ മനുഷ്യൻ പുഴുവെന്ന് ചാവുന്നില്ല. നമ്മുടെ മനുഷ്യൻ അച്ഛനെ അമ്മമ്മയെയല്ല നമ്മൾ സംരക്ഷിക്കുന്നു. അത് മോശപ്പെട്ടൊരു കാര്യമല്ല. മാനവികതയുടെ മനുഷ്യത്വത്തിൻ്റെ മറ്റുള്ള മൃഗങ്ങൾക്കും സസ്യജീവികൾക്കും കണ്ടുപിടിക്കാവുന്ന ഉദാത്ത മാതൃക കൂടിയാണ്. അതുകൊണ്ട് കുടുംബം എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് കണക്കാക്കാൻ പാടില്ല. ശരിയാണ്, കുടുംബത്തിൽ കുട്ടികൾ ജനിച്ചു, അവരുടെ കുട്ടികൾ ഇതൊക്കെ പ്രശ്നങ്ങൾ ഈ അപ്പൂപ്പൻ്റെ അമ്മമ്മയുടെ മനസ്സിലേക്ക് വരും. അവരുടെ സംസാരിക്കും, അവർ കാൽ തൊട്ടും ചിന്തിക്കും, അവരുടെ ഉമ്മമ്മയ്ക്കും ഇതൊക്കെ അങ്ങനെ ഉണ്ടാവുക. അല്ലെങ്കിൽ മനുഷ്യൻ എന്താ കാര്യങ്ങൾ ജീവിച്ചിട്ട് ആരാണ് പറഞ്ഞത് ഞാൻ ക്രിസ്ത്യാനാവാൻ? ആരാണ് ഞാൻ കർത്തവനാവാൻ ജനിച്ചത്? ക്രിസ്ത്യാനിയാവാൻ, അതിൽ കൽദായക്കാരനായി ജനിക്കാൻ, അല്ലെങ്കിൽ എനിക്ക് ഈ വൈകൃതങ്ങൾ ഉണ്ടാവാൻ ഞാൻ പറഞ്ഞു? വാസ്തവത്തിൽ അങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ അറിയാതെയാണ് ഓരോ വേടൻ. ഷൈൻ ചോക്കൻ്റെ കാര്യം പെട്ടെന്ന് എനിക്ക് ഓർമ്മ അവസാനിപ്പിക്കുകയാണ്. ഷൈൻ ചോക്ക ഒരു പയ്യനാണെന്ന് എനിക്ക് തോന്നുന്നത്. അവന് എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് അറിയില്ല. അവൻ്റെ ജീവിത സാഹചര്യം കൊണ്ടോ അവൻ്റെ ഉപബോധ മനസ്സിൽ വന്നു കയറി വേറെ കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ മയക്കുമരുന്ന് അടിമയായിരിക്കാം. നല്ല രീതിയിൽ അഭിനയിക്കാൻ കഴിവുള്ള കുട്ടി എന്തൊക്കെ പറയുന്ന ആൾക്കാർ അറിയില്ല. വളരെ തുടരെ ചില പ്രകോപനം പറയുന്ന കാര്യങ്ങൾ കുറേ സത്യമുണ്ട്. അവസാനം ഈ മദ്യത്തിന് മയക്കുമരുന്ന് അടിമപ്പെടുകയാണ് ചെയ്തത്. ഈ അടിമപ്പെടുന്ന മകനെ സംരക്ഷിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന അച്ഛനാണ് ഷൈൻ ചാക്കോ. ആ ഷൈൻ ചാക്കോ തൻ്റെ സുഖസൗകര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട്, തൻ്റെ വൈയായികളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ മകൻ്റെ പിന്നാലെ കൂടുകയാണ്. ഇതെന്താണ് കാണിക്കുന്നത്? ഒരു മകൻ വലുതായതുകൊണ്ടോ, ഒരു മകൻ്റെ മകനായതുകൊണ്ടോ അവൻ അവസാനിക്കുന്നില്ല. അവൻ്റെ ആഗ്രഹം, അവനെക്കുറിച്ച് ചിന്ത അവസാനിക്കുന്നില്ല. ഷൈൻ ടോമിന് പിന്നാലെ കൂടിയ ഷൈൻ ചാക്കോയാണ് ഈ അടുത്ത കാലത്ത് കാരാവൃത്തിയിൽ മരിച്ചത്. വളരെ ദുഃഖകരമായുള്ളൊരു അവസ്ഥ. ഞാൻ പറഞ്ഞു വന്നത് ഈ മൈത്രയും ഇതിനോട് പല കാര്യത്തിലും യോജിപ്പുണ്ട്, ഇത്തിയധികം എതിർപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഈ കുടുംബവും ഭാര്യയും സംവിധാനം ഉണ്ടാവാൻ പാടില്ല. മറ്റു മൃഗങ്ങൾക്കൊന്നും ഭാര്യയും വളരെ കുറവാണ്. ഭാര്യ ഇത് നമുക്ക് ലൈംഗികത താല്പര്യമില്ല എന്ന് വെച്ചുകൊണ്ട് അത് മോശമായ കാര്യമല്ല. ലൈംഗികത ചിലപ്പോൾ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല, അത് കുറച്ച് കഴിയുമ്പോൾ നമുക്കുണ്ടാവും. അത് ഉണ്ടാവുമ്പോൾ മാത്രം ചെയ്താൽ മതി. കോഴികളെ നോക്കൂ നിങ്ങൾ. കോഴികൾ അവർക്ക് ചാത്തൻ ഓടി വരുമ്പോൾ എല്ലാവരും നിന്ന് കൊടുക്കുന്നില്ല, ഓടുന്നു, അത് പിടിക്കുന്നില്ല. മനുഷ്യൻ മാത്രമാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വേടനിലും നമ്മളാണ് ഉണ്ടാക്കുന്നത്. സ്ത്രീകളെ പിടിച്ച് വലിക്കേണ്ടതും ബലാത്സംഗത്തിന് ഇരയാക്കേണ്ടതും കാമപൂർത്തിക്ക് നിർബന്ധിക്കപ്പെടും. നിങ്ങളുടെ ശരീരത്തിൽ പിറ്റുന്നത് പോലെ തന്നെയാണ് സ്ത്രീയുടെ പിറ്റുമ്പോൾ വേദന ഉണ്ടാകുന്ന പോലെ സ്ത്രീകൾക്കും ഉണ്ടാവും. നിങ്ങളുടെ ലിംഗത്തിൽ പിടിച്ച് ഒരു വടികൊണ്ടടിച്ചാൽ വേദനിക്കുന്ന പോലെയാണ് അവരുടെ മാറത്തിൽ ഇടിക്കുമ്പോഴും വലിക്കുമ്പോഴും വേദനിക്കുന്നുള്ള ആ ബോധം നമ്മുടെ കുട്ടികളുണ്ടാക്കിയാൽ മാത്രമേ നമ്മൾക്ക് ഈ വിവേചനമൊക്കെ മാറ്റാൻ കഴിയൂ. എന്തായാലും ഈ കുടുംബം എന്നുള്ള സങ്കല്പം, അല്ലെങ്കിൽ ഇപ്പം ഞാൻ വിവാഹം കഴിക്കാൻ നേരം വൈകിയ ആളാണ്. ഇപ്പം ഞാൻ വിളിക്കുക, അതിൻ്റെ കുറേ പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസങ്ങളാണ് ജീവിതത്തെ ത്രസിപ്പിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കും അല്ലെങ്കിൽ നമുക്ക് ആത്മഹത്യ ചെയ്യാൻ പ്രേരണ ഉണ്ടാകും. ഞാൻ തന്നെ 2 പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ ശ്രമം നടത്തി. പക്ഷേ ഒരു പ്രാവശ്യം രക്ഷപ്പെട്ടത് എൻ്റെ സഹോദരി കരയുന്നു എന്നുള്ള ഓർമ്മയിൽ നിന്നാണ്. 2ാം വട്ടം ഞാനിലേക്ക് പോയത് എൻ്റെ മക്കളും ഭാര്യയും എന്നിൽ നിൽക്കുന്നതുകൊണ്ടാണ്. എനിക്ക് ദാർശനികമായ സംഘടന. ഈ ലോകം കപട രീതിയിലാണ് ജീവിക്കുന്നത്. ചിരിക്കുന്നതിനൊരു അർത്ഥമില്ല വാസ്തവത്തിൽ. ആരുടെ ചിരിയാണ് ശരി, ആരുടെ സ്നേഹമാണ്? ആളില്ല എന്ന് വരുമ്പോൾ, നിങ്ങൾക്ക് അധികാരമില്ല എന്ന് വരുമ്പോൾ, നിങ്ങൾക്ക് സമ്പത്തില്ല എന്ന് വരുമ്പോൾ, നിങ്ങൾക്ക് നിറം കുറയുമ്പോൾ, സ്വാധീനം കുറയുമ്പോൾ ഒക്കെ നിങ്ങൾ ഉപേക്ഷിക്കുന്നവർ, അന്ന് നിങ്ങളെ രാജാവ് എന്ന് പറയുന്നവർ, മോനെന്ന് വിളിക്കുന്നവർ, നിങ്ങൾ ഭയങ്കരമാണെന്ന് പറയുന്നവർ എത്രമാത്രം നമ്മളെ ഒറ്റപ്പെടുത്തുകയും അവർ അടുപ്പിക്കാതിരിക്കുകയും ഒഴിവാക്കപ്പെടുകയും സ്നേഹിക്കാതിരിക്കുകയും ഒക്കെ നാം കാണുമ്പോൾ ഈ ലോകം എന്ത് ലോകമാണെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ഈ ചിരികൾക്ക് എന്ത് അർത്ഥമാണെന്ന് ചിന്തിച്ചു പോകും. ഓരോരുത്തരും വലുതാവാൻ അവരുടെ ഉയർച്ചകളിൽ ആനന്ദം കണ്ടെത്തിയ അവർ വലുതായി കഴിയുമ്പോൾ എത്ര വേഗമാണ് അവർ കൂടുമാറുന്നത്, എത്ര വേഗമാണ് അവരുടെ സൗഹൃദങ്ങൾ മാറുന്നത്. അവരുടെ കീഴിലാകാൻ അവർ ആഗ്രഹിക്കുന്നു. ഫ്രോയിഡിൻ്റെ നമ്മുടെ MN വിജയൻ മാഷ് പുറത്തു കെട്ടുന്നത് നമ്മുടെ ഈ ഫ്രോയിഡിയൻ അല്ലെങ്കിൽ ലിബിഡോൻ്റെ മറ്റൊരു സ്വഭാവമാണെന്ന് പറയാറുണ്ടല്ലോ. വാസ്തവത്തിൽ
ഓരോ മനുഷ്യരെയും കാണുമ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസം തോന്നും. എത്ര സ്നേഹപൂർവ്വം പെരുമാറിയവർ, എത്ര സ്നേഹപൂർവ്വം സംസാരിച്ചവർ. അല്പം പ്രശസ്തിയും ഇതൊക്കെ കിട്ടിക്കഴിയുമ്പോൾ, അല്പം അവരുടെ സ്വാധീന വലയം കൂടുമ്പോൾ എത്ര വേഗമാണ് അവർക്ക് ഒഴിവാക്കാൻ പറ്റുന്നത്, എത്ര വേഗമാണ് അവർ മാർജിനൈസ് ചെയ്യാൻ ശ്രമം ആഗ്രഹിക്കുന്നത്, അറിയാതെ അവർ വരാതിരിക്കുന്നത് ആഗ്രഹിക്കുന്നത്. വന്നാൽ തന്നെ ഒരിക്കൽ പോലും അത് ഈ നിലകളെ ഓർമ്മിക്കാതിരിക്കാൻ വിധം അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ആ തരത്തിൽ നോക്കുമ്പോൾ ഈ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടല്ല. ആ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവണമെങ്കിൽ മനുഷ്യർ തമ്മിൽ സ്നേഹം ഉണ്ടാവണം. ആ സ്നേഹത്തിൻ്റെ മൂലഘടകം കുടുംബം കൂടിയാണ്. ആ കുടുംബത്തിൽ അച്ഛനും അമ്മയും ഒക്കെ കേൾക്കാനും പരസ്പരം മനസ്സിലാക്കാനും ഈ നമ്മുടെ അംബേദ്കർ പറഞ്ഞ ജനാധിപത്യത്തിൻ്റെ എല്ലാ വസന്തവും എല്ലാ പൂക്കാലവും നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാക്കാൻ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഭാര്യ മാത്രമല്ല, ഒരു സുഹൃത്തായി, സഹപാഠിയായി, ലൈംഗികത മാത്രമല്ല, അതിൽ ഹൃദയത്തിൻ്റെ ഒരു മാറ്റമുണ്ട്. വേദന വരുമ്പോൾ ഭാര്യയെ കെട്ടിപ്പിടിക്കുമ്പോൾ, ഒരു ഭാര്യയെ ഭർത്താവ് കെട്ടിപ്പിടിക്കുമ്പോൾ, കുട്ടിയെ ചേർത്ത് പിടിക്കുമ്പോൾ നിസ്സാരമായ വേദന നിർമ്മാർജ്ജനമാണ് അവിടെ ഉണ്ടാകുന്നത്. അത് മനസ്സിലാക്കാം. ആ സ്നേഹത്തിൻ്റെ നമ്പരത്തിൽ പട്ടിണി കിടന്നാലും നമുക്ക് പ്രശ്നമില്ല, മരിച്ചാലും നമുക്ക് പ്രശ്നമില്ല എന്ന് ആ സ്നേഹ സാമീപ്യം നമ്മളെ വളരെ വളരെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാക്ക് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.